ഒരു ദിവസം രാവിലെ ഓഫീസിലെത്തുമ്പോൾ ഇന്നു മുതൽ ജോലിയില്ല എന്നാണ് അറിയിക്കുന്നതെങ്കിലോ? അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോറോ ഹെൽത്തിലെ 1000-ലധികം ജീവനക്കാരുടെ അനുഭവമാണിത്. തൊഴിൽ മന്ത്രിയുടെ അടക്കം ഇടപെടലിൽ 10-ാം തീയതി ചർച്ചയാകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് കമ്പനി. പക്ഷേ ജീവനക്കാർക്ക് തങ്ങളുടെ തൊഴിലിടത്തിൽ പ്രവേശിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇതൊരു തുടക്കമാണോ? ചെലവ് കുറഞ്ഞ ലേബർ കിട്ടുന്നതുകൊണ്ടാണ് ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ അടക്കമുള്ള 3-ാം ലോക രാജ്യങ്ങളിൽ തൊഴിൽ ദാതാക്കളാകുന്നത്. AI കൂടുതൽ വ്യാപകമായതോടെ തൊഴിലാളികളുടെ എണ്ണം കുറച്ചും പുതിയ റിക്രൂട്ട്മെന്റുകൾ നിർത്തിവെച്ചും ലാഭത്തിന്റെ പുത്തൻ സാധ്യതകൾ തേടുകയാണ് കോർപ്പറേറ്റുകൾ. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വരുന്ന ലേബർ കോഡുകൾ ചൂഷണത്തിന് ആക്കം കൂട്ടുന്നു. തൊഴിൽ മേഖല അരക്ഷിതമാവുകയാണോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയെ പ്രതീക്ഷിക്കുന്നു. ഒപ്പം മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് HMSന്റെ ദേശീയ പ്രസിഡന്റ് ശ്രീ തമ്പാൻ തോമസ്, ശ്രീ VK സനോജ് CPIMന്റെ MLA, ശ്രീ വസന്ത് സിറേഖ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ ഫൈസൽ, അദ്ദേഹം ഇപ്പോൾ ഈ പ്രതിസന്ധി നേരിടുന്ന കോറോ ഹെൽത്തിനെ ജീവനക്കാരാണ്. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ ഫൈസൽ, ഇന്നിപ്പോൾ ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ചർച്ച ഉണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പനിയുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. 10-ാം തീയതി തൊഴിൽ മന്ത്രി അടക്കം പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കുചേരാം എന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കോറോ ഹെൽത്തിലെ ജീവനക്കാരുടെ അവസ്ഥ എന്താണ്? അഭിലാഷ്, ഞങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടതെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. 800-ഓളം വരുന്ന തൊഴിലാളികളുടെ ജോലിയാണ് ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ഒരു അറിയിപ്പ് കൊണ്ട് നഷ്ടമായിരിക്കുന്നത്. ഇപ്പോൾ കമ്പനിയുടെ പ്രതിനിധിയായി ഒരു ലീഗൽ അഡ്വൈസർ അവരുമായിട്ടുള്ള മീറ്റിങ്ങിൽ നമ്മുടെ ലേബർ ഓഫീസർക്ക് കൊടുത്തൊരു ഉറപ്പ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഫ്രൈഡേ വരെ, അതായത് 10-ാം തീയതി വരെ നമുക്ക് ഓഫീസിൽ തുടരാം. നമുക്ക് ഓഫീസിൽ പ്രവേശനം ഉണ്ടാവും, ജസ്റ്റ് നമ്മൾ അവിടെ വന്നിരിക്കാം. ബാക്കിയുള്ളതെല്ലാം 10-ാം തീയതിക്ക് ശേഷമുള്ള മന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം എന്താണ് ഭാവി എന്നുള്ളത് പിന്നീട് നമുക്ക് അവരറിയിക്കുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതുവരെ ഞങ്ങൾ ഓഫീസിൽ നിലകൊള്ളും. എന്താണ് ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വേണ്ടി. അല്ല, ഇപ്പോൾ ഓഫീസിൽ കയറാൻ പറ്റുന്നുണ്ടോ? കോഴിക്കോടൊക്കെ ഓഫീസിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതെ, ഇന്ന് രാവിലെ ഞങ്ങൾ തിങ്കളാഴ്ച, അതായത് ഇന്ന് രാവിലെ ഞങ്ങൾ പോയപ്പോൾ അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. എങ്കിലും പക്ഷേ നാളെ മുതൽ വെള്ളിയാഴ്ച വരെ നമുക്ക് പ്രവേശനം അവർ അനുവദിച്ചിട്ടുണ്ട്. പ്രവേശനം എന്ന് വെച്ചാൽ അത് ജോലി നമുക്ക് അസൈൻ ചെയ്തു തരുന്നു നമുക്ക് യാതൊരു പ്രതീക്ഷയില്ല. ഇനി അങ്ങനെ ചെയ്തു തരാണെങ്കിൽ ഞങ്ങൾ ജോലി എടുക്കാൻ തയ്യാറാണ്. പക്ഷേ അങ്ങനെ ഒരു ജോലി ഞങ്ങൾക്ക് അസൈൻ ചെയ്യാൻ വളരെ സാധ്യത കുറവാണ്. എങ്കിലും നമുക്ക് ഓഫീസിൽ പ്രവേശിക്കാം എന്നുള്ള ഒരു നിബന്ധന അവർ അംഗീകരിച്ചു. അതുകൊണ്ട് അതായത് ഓഫീസിൽ പോയി ഇരിക്കാം, ലോഗിൻ ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇല്ല, അതെ, നമുക്ക് അതിനുള്ള ആക്സസ് എന്തായാലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ലേ? ഫൈസല, എന്തായിരുന്നു പ്രശ്നം? ഇപ്പോൾ ഈ കോറോ ഹെൽത്തിന് ഇന്ത്യയിൽ മറ്റ് നഗരങ്ങളിലും സെന്ററുകളുണ്ട്. ഇപ്പോൾ കേരളത്തില് കൊച്ചിയിലും കോഴിക്കോടും ഉണ്ട്. അപ്പോൾ കേരളത്തിലെ യൂണിറ്റുകൾ അല്ലെങ്കിൽ കേരളത്തിലെ സെന്ററുകൾ ക്ലോസ് ചെയ്യുക എന്നുള്ള സമീപനം എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഞങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഇത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ 2 ലൊക്കേഷനാണല്ലോ കോഴിക്കോടും കൊച്ചിയിലുള്ളത്. രണ്ടും പൂർണ്ണമായും അവർ ക്ലോസ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്കിതിൽ യാതൊരുവിധ ഐഡിയയില്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങളൊരു 5-6 തവണ ലേബർ കോർട്ടിൽ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു. കാരണം ശനി ഞായർ ദിവസങ്ങളിൽ അമിതമായി ജോലി ചെയ്യേണ്ടി വരുന്ന, അതും ഒരു ശനിയാഴ്ച ആണെങ്കിലും ഓക്കെ, ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 15 ദിവസത്തോളം, അതായത് ഒരു മാസത്തിൽ 2 ശനിയും ഞായറും കഴിഞ്ഞ് അടുത്ത ശനിയും ഞായറും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. ഞങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ബ്രേക്ക് വേണം, ഇത്രയും 15 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ആർക്കും വർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഓക്കെ, അങ്ങനെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ആ സമയങ്ങളിൽ അവരതിനൊരു സൊല്യൂഷൻ കാണുകയും പിന്നീട് ഞങ്ങൾ വീണ്ടും നിർബന്ധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഞങ്ങളുടെ ഒരു ഫിക്സ്ഡ് ടാർഗറ്റ് ഒരു ദിവസം അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനുവേണ്ടി അവർ 9 മണിക്കൂർ എന്ന നിശ്ചിത സമയത്തേക്കാൾ അധികം 12 മണിക്കൂറോളം ഞങ്ങളെ, അതായത് ഒരു രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ വർക്ക് ചെയ്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് പലർക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ആണെന്ന് തോന്നുന്നു. അതൊക്കെ ആവാം, അതിന് ഞങ്ങൾ പ്രതികരിച്ചത് കൊണ്ടാവാം ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതല്ലാതെ വേറെ ഒരു മാനദണ്ഡം നോക്കുമ്പോഴും ഇങ്ങനെ ഒരു സാധ്യതയും കാണാനില്ല. കാരണം മറ്റ് ലൊക്കേഷനെ അപേക്ഷിച്ചിട്ട് പെർഫോമൻസ് വൈസ് നമ്മുടെ കേരളത്തിലെ 2 ലൊക്കേഷനും ബാക്കിയുള്ള എല്ലാ ലൊക്കേഷനേക്കാളും വളരെ മുന്നിലാണ്. അതുമാത്രമല്ല, നമുക്ക് ഓരോ വൈസ് പ്രസിഡൻറ്റുമാരുണ്ട്, അവരുടെ ഓരോ സ്പാനിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 2 ലൊക്കേഷനിലായിട്ട് 3-4 വൈസ് പ്രസിഡൻറ്റുമാരുടെ അണ്ടറിൽ ആണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതേ വൈസ് പ്രസിഡൻറ്റുമാരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് മറ്റ് ലൊക്കേഷനിലുണ്ട്. അപ്പോൾ ഇതൊരു
ഒരു വൈസ് പ്രസിഡന്റ് അണ്ടറിലുള്ള പ്രസ്തുത തൊഴിലാളികളെ പുറത്താക്കിയെന്നല്ല, കേരളത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഈ കൊച്ചിയിലെയും കോഴിക്കോടിലെയും ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, അതാണ് ശ്രീ തമ്പാൻ തോമസ്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ സെന്ററുകൾ പൂട്ടുമ്പോൾ കേരളത്തിലെ തൊഴിലാളികൾ ഇപ്പോൾ യൂണിയൻ ഒന്നും ഉള്ള സ്ഥാപനമല്ല എങ്കിൽ പോലും ഓവർ ടൈം വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ അവധി ഇല്ലാതെ വർക്ക് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കൺസേൺ ഉള്ളവരാണ്. അവരത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതിൽ ഞങ്ങളുടെ അവകാശങ്ങൾ പരിമിതമായെങ്കിലും വേണമെന്ന നിലപാടെടുക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ അവകാശങ്ങൾ ചോദിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ സെന്ററുകളുടെ പ്രശ്നമെന്ന്, അല്ലെങ്കിൽ അവകാശങ്ങൾ ചോദിച്ചു തുടങ്ങിയതുകൊണ്ടാണ് ഈ ജീവനക്കാർ എന്നാൽ പിന്നെ പണി നിർത്തി പോട്ടെ എന്ന് ആ കമ്പനി തീരുമാനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആകാമല്ലോ. തീർച്ചയായിട്ടും അതാണല്ലോ നാം കാണുന്നത്. കാരണം പുതിയ ലേബർ കോഡ് അനുസരിച്ച് തൊഴിലാളികളെ അടിമകളായി, പുതിയ തൊഴിൽ കോഡ് അനുസരിച്ച് ആ തൊഴിൽ കോഡ് അനുസരിച്ച് തൊഴിലാളികളെ അടിമകളാക്കി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം മാനേജ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വെക്കുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്നുള്ള ഏകപക്ഷീയമായ തീരുമാനം മാനേജ്മെൻറ്റ് എടുക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന നിലവിലുള്ള നമ്മൾ നേടിയെടുത്തിട്ടുള്ള ആ അവകാശങ്ങളൊക്കെയും ഇല്ലാതെ കണ്ടായിരിക്കുകയാണ്. ഇവിടെ ടാർഗറ്റ് ചെയ്ത് പണി കൊടുക്കുന്നു. ആ ടാർഗറ്റ് ദിവസം തോറും കൂട്ടുകയോ അല്ലെങ്കിൽ ഇരട്ടിയാക്കുകയോ അല്ലെങ്കിൽ മറ്റ് പണികളിലേക്ക് അവരെ നീക്കിക്കൊണ്ടുപോവുകയോ ചെയ്യുന്നത് ഇത്തരം മാനേജ്മെൻറ്റുകളുടെ സാധാരണ നടപടിക്രമമാണ്. ഈ കാര്യത്തിൽ ഇതുപോലെയുള്ള മറ്റ് കമ്പനികളിലെ ചില ആളുകൾ എന്നെ സമീപിച്ചിരുന്നു. അതിൽ ചിലരൊക്കെ ആത്മഹത്യയുടെ വക്കിലായിരുന്നു. കാരണം ഒരു കാരണവശാലും ആ ടാർഗറ്റുകൾ എടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് അവർക്കുള്ളത്. അവർ ജോലിക്ക് കയറുമ്പോൾ അങ്ങനെ ഒരു ടാർഗറ്റ് അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവർ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള കരാർ വ്യവസ്ഥയിൽ കമ്പനി പറയുന്നതായ ജോലി തങ്ങൾ ചെയ്യാം എന്നൊരു വകുപ്പ് ചേർത്തിട്ടുണ്ട്. ഇവിടെ നിയമത്തിനപ്പുറത്ത് കരാർ ആണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ കരാർ വ്യവസ്ഥകളനുസരിച്ച്, ആ കരാർ അനുസരിച്ച് തങ്ങൾക്ക് ചെയ്യാം എന്നുള്ള നിലപാട് പുതിയ ലേബർ കോഡിലെ വ്യവസ്ഥകളനുസരിച്ച് മാനേജ്മെൻറ്റ് സ്വീകരിക്കുന്നു. അപ്പോൾ ഈ തൊഴിലാളികൾ ഒരു അടിമ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുന്ന പോലുള്ള സമ്പ്രദായത്തിലേക്ക് വഴുതി വീണിരിക്കുകയാണ്. അതാണ് നാം ഈ കാര്യങ്ങളിലൊക്കെ കാണുന്നത്. ലേബർ കോഡ് നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ തൊഴിലാളികൾ അടിമ വ്യവസ്ഥ, അവർ അത് ചെയ്തേ മതിയാവും, ഇല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അവരുടെ പേരിൽ നടപടിയെടുക്കും, അതല്ലെങ്കിൽ അവരെ പിരിച്ചുവിടും. അത് കൂട്ടമായി കളക്റ്റീവായി ചെയ്യുമ്പോൾ അവരെ കൂട്ടമായി പിരിച്ചുവിടും. ഇതിനെ പ്രതിരോധിക്കുന്നതിന് പകരം ഇതിനെ സഹായിക്കുന്ന നിയമ സംവിധാനമാണ് പുതിയ ലേബർ കോഡുകൾ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. കാരണം ലേബർ കോഡ് എന്ന് പറയുന്നതിൻ്റെ തൊഴിൽ നിയമങ്ങളുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്. പക്ഷേ പുതുതായിട്ടുണ്ടായിട്ടുള്ള തൊഴിൽ കോഡ് വ്യവസായത്തെ സംരക്ഷിക്കാനാണ്. അങ്ങനെ ഈസ് ദ ബിസിനസ് എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ആ ഈസ് ദ ബിസിനസ് എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് അവരുമായി ഇവർ ഏർപ്പെട്ടിട്ടുള്ള കരാറ് മാത്രമാണ് കണക്കിലെടുക്കുന്നത്. മറ്റ് നിയമങ്ങളെ ഒന്നും അവർ കണക്കാക്കുന്നില്ല. ആ കരാറിൽ കമ്പനിയുടെ മേലാധികാരികൾ പറയുന്ന തൊഴിൽ തങ്ങൾ എടുത്തുകൊള്ളാം എന്നുള്ള കരാർ ഇവർ ഒപ്പിട്ടിട്ടുണ്ട്. ആ കരാർ വെച്ചുകൊണ്ടാണ് ഈ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ തന്നെ ഇതികർത്തവ്യമൂഢരായി നിൽക്കുകയാണ്. ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കും? ഇവർക്ക് ഒരു കൂട്ടായ വിലപേശലിനുള്ള സംവിധാനമോ സാഹചര്യമോ ഇല്ല. ഇവിടുത്തെ ട്രേഡ് യൂണിയനുകൾക്ക് ഇവരെ പോലെ തന്നെയുള്ള ഒരു പ്രതിനിധി വന്ന് ഒരു കൺസിലിയേഷൻ കോൺഫറൻസിലോ അല്ലെങ്കിൽ ഒരു മധ്യസ്ഥ ചർച്ചയിലോ പങ്കെടുക്കുമ്പോൾ അവിടെ നിന്ന് ആത്യന്തികമായ ഒരു തീരുമാനമെടുത്ത് പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഈ തൊഴിലാളികൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധി ഈ തൊഴിൽ കോഡുകൾ നിലവിൽ വന്ന് അത് പ്രാബല്യത്തിലായതോടുകൂടി ഇന്ത്യയിൽ ഒട്ടാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നോയിഡയിൽ ഉണ്ടായ സംഭവങ്ങൾ വളരെ വ്യക്തമാക്കുന്നത് ഇതിനെതിരെയുള്ള പ്രതികരണങ്ങൾ അവിടെ കൂട്ടായി തൊഴിലാളികളുടെ രംഗത്ത് നിന്നുണ്ടായി. ഇവിടെ പൊടുന്നനവേ ഓഫീസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടിരിക്കുന്നു. അവർക്ക് ട്രേഡ് യൂണിയനില്ല, അവർക്ക് കൂട്ടായ വിലപേശനുള്ള അവസരങ്ങളില്ല, അവർക്ക് അവരുടെ കമ്പ്യൂട്ടർ മുഖേനയുള്ള കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ ഉള്ളൂ.
പരസ്പരം ചർച്ച ചെയ്യാൻ പോലും അവസരമില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നു. പുതിയ ലേബർ കോഡ് അനുസരിച്ച് ഈ സാഹചര്യങ്ങൾ ഏത് വ്യവസായ സ്ഥാപനത്തിലും ഏത് അവസരത്തിലും ഉണ്ടാകാമെന്നുള്ളതാണ് തീർച്ചയായും യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും അതിന് പുതിയ വഴികൾ നാം കണ്ടുപിടിക്കണം. തീർച്ചയായിട്ടും ഞാൻ അങ്ങയിലേക്ക് വരെ ഇപ്പോൾ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഇപ്പോൾ 800ഓളം തൊഴിലാളികളാണ് പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ അവരെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയായിരുന്നു, അവർക്ക് ജോലി ഇല്ല എന്ന് അറിയിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ, ഇപ്പോൾ തൊഴിൽ വകുപ്പിന്റെ ഇനീഷ്യേറ്റീവിലാണല്ലോ ചർച്ച, ഇന്നത്തെ ചർച്ചയിൽ എന്തെങ്കിലും ആശാവഹമായ പുരോഗതി ഉണ്ടോ? ഇന്നത്തെ ചർച്ചയിൽ ഗവൺമെന്റിന്റെ നിലപാട് ആ ചർച്ചയിൽ ഗവൺമെന്റ് വ്യക്തമാക്കുകയുണ്ടായി. എന്നാലും കമ്പനിയുടെ സീനിയർ ഓഫീഷ്യൽസ് അല്ല അതിൽ പങ്കെടുത്ത, ലീഗൽ അഡ്വൈസറാണ് അവരുടെ ഭാഗത്തുനിന്ന്, മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് പങ്കെടുത്തത്. ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എല്ലാവരും ഉണ്ടായിരുന്നു. ലേബർ കമ്മീഷൻ നേതൃത്വത്തിലായിരുന്നു ചർച്ച നടത്തിയിരുന്നത്. ഹയർ ഓഫീസേഴ്സിനെ ചർച്ചയ്ക്ക് വിളിച്ച് എപ്പോൾ വേണമെങ്കിലും മന്ത്രിതല ചർച്ചയ്ക്കടക്കം ഞങ്ങൾ സന്നദ്ധമാണെന്ന് അറിയിച്ചു. അത് നിരന്തരമായി ആ കമ്മ്യൂണിക്കേഷൻ നടന്നതിനൊടുവിൽ അവർ പറഞ്ഞിരിക്കുന്നത് 10-ാം തീയതിയും അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും ചർച്ചയ്ക്ക് വരാമെന്നാണ്. ആദ്യത്തെ ദിവസം തന്നെ 10-ാം തീയതി തന്നെ ചർച്ചയ്ക്ക് സന്നദ്ധമായി നമ്മൾ അവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ കേരള ഗവൺമെന്റ് നിലപാടെന്ന് പറയുന്നത് ആ കമ്പനി അവിടെ തന്നെ നിലനിർത്തി പരമാവധി ജീവനക്കാരെ ഇതിന്റെ തൊഴിൽ അവസരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് നടക്കാത്തൊരു സാഹചര്യം പൂർണ്ണമാണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ മറ്റ് പ്രോസിക്യൂഷൻ നടപടികളുമായി മുന്നോട്ട് പോകൂ. എന്തു തന്നെയായാലും ഒരു കാര്യം വ്യക്തമാണ്, അങ്ങേയറ്റം നിയമവിരുദ്ധമായ നടപടിയാണ് ഈ കമ്പനി, US ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി എടുത്തിരിക്കുന്നത്. പഴയ നിയമമായാലും ഇപ്പൊ രാജ്യത്ത് നടപ്പിൽ വരുന്ന കേരള സംസ്ഥാന സർക്കാർ ഇനിയും ആ ലേബർ കോഡിന്റെ ഫൈനൽ ഫൈനൽ ചട്ടങ്ങൾ പ്രസിദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം കേന്ദ്രമന്ത്രി അടിയന്തരമായി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടു. എങ്കിലും ഇവിടെ വിശദമായ ചർച്ചകൾക്കൊടുവിൽ ഈ തൊഴിലാളി വിരുദ്ധ ആ ലേബർ കോഡിലുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ ആദ്യ റൗണ്ട് ചർച്ച കഴിഞ്ഞു. ജൂൺ 11-ാം തീയതി കഴിഞ്ഞു. ഇനി വിശദമായ ഒരു വർക്ക്ഷോപ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയതിനു ശേഷം മാത്രമേ അക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ലേബർ കോഡിന്റെ പശ്ചാത്തലത്തിലാണെങ്കിലും 3 തൊഴിലാളികൾ കൂടുതൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഗവൺമെന്റിന് നേരത്തെ നോട്ടീസ് തന്ന് മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. ആ നിലയ്ക്ക് ഈ നിലവിലും പുതിയ ലേബർ കോഡ് അനുസരിച്ചാണെങ്കിലും നിയമവിരുദ്ധമായ നിലപാടാണ് കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരമാവധി ജീവനക്കാരെ ജോലി ഉറപ്പുവരുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് ഈ വിഷയം അറിഞ്ഞ സമയം മുതൽ കേരള സർക്കാർ സ്വീകരിക്കുന്നത്. മിനിസ്റ്റർ, ഈ 10-ാം തീയതിയിലെ ചർച്ച മിനിസ്റ്ററും ഈ കമ്പനിയുടെ ഒഫീഷ്യൽ പ്രതിനിധികളും തമ്മിലാണ്. ഇപ്പോൾ ലീഗൽ അഡ്വൈസറും ലേബർ ഓഫീസർമാരും തമ്മിലാണ് ചർച്ച നടത്തിയിട്ടുള്ളത്. കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സ് തന്നെ വരുമോ? മിനിസ്റ്റർ അതിൽ പങ്കെടുക്കുമോ? ഞാൻ ഈ വിഷയമുണ്ടായ അടുത്ത നിമിഷം മുതൽ കമ്പനി പ്രതിനിധികളും ലേബർ ഓഫീസേഴ്സ് വഴി അവരും വഴിയായും ഒക്കെ അറിയിക്കുന്നത് ഏത് നിമിഷവും മന്ത്രിതല ചർച്ചയ്ക്കാണെങ്കിൽ പോലും സന്നദ്ധമാണ്. അത്രയും ഗൗരവത്തോടു കൂടിയാണ് കേരള സർക്കാർ ഇത് കാണുന്നത്. 10-ാം തീയതി അവർ പറഞ്ഞപ്പോൾ മറ്റു പരിപാടി ഒന്നും നോക്കാതെ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഈ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ സന്നദ്ധമായി നിൽക്കുകയാണ്. അവരുടെ ഹയർ ഓഫീസേഴ്സ് ചെന്നൈയിൽ നിന്ന് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ തൊഴിലാളി നേതാക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ലേബർ കോഡുകൾ നടപ്പാക്കുന്നതോടുകൂടി ഇതേപോലെയുള്ള ലേ ഓഫുകൾ, ഇതുപോലെയുള്ള ഫയറിങ്ങുകൾ വളരെ വ്യാപകമാകും, പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ ജോബുകളിൽ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക പ്രത്യേകിച്ച് ഈ യുവാക്കളായ തൊഴിൽ സമൂഹത്തെ സംബന്ധിച്ചുണ്ട്. അത് അഭിസംബോധന ചെയ്യേണ്ടി വരില്ലേ? തീർച്ചയായും ഞങ്ങൾക്കും ആ ആശങ്കയുണ്ട്. അതിനെതിരെ അതുകൊണ്ടാണല്ലോ ലേബർ കോഡ് 2020 കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയപ്പോൾ അതിന്റെ ചർച്ച വന്നപ്പോൾ മുതൽ രാജ്യമെമ്പാടും തൊഴിലാളി പ്രതിനിധികളും കോൺഗ്രസ് പാർട്ടിയും അടക്കം നിരന്തരമായ സമരങ്ങൾ നടത്തിയത്. പക്ഷെ അവർ നിയമം പാസ്സാക്കി. ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ പുറപ്പെടുവിച്ച ഉടനെ ഏറ്റവും ആദ്യം തന്നെ കേരള സർക്കാർ ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ 2021 തന്നെ ചട്ടങ്ങളുടെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചു. അതിനുശേഷമാണ് അവര് വിപുലമായ ചർച്ചയൊക്കെ നടത്തിയത്. ആ ചർച്ചയ്ക്കൊടുവില് ഗോപാൽ ഗൌഡ കമ്മിറ്റി വെക്കുകയും കമ്മിറ്റി ചില ശുപാർശകൾ നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ലെജിസ്ലേഷൻ അടക്കം നിർദ്ദേശിക്കുന്നുണ്ട്. നമുക്കറിയാം സ്റ്റേറ്റ് ലെജിസ്ലേഷന്റെ നിയമപരമായ പരിമിതികളും ഒക്കെ ഉണ്ട്. എങ്കിലും എല്ലാ സാധ്യതകളും UDF ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണ്. തീർച്ചയായും വളരെ നന്ദി മിനിസ്റ്റർ സംസാരിച്ചതിന്. തൊഴിൽ മന്ത്രി ശ്രീമതി ബിന്ദു കൃഷ്ണയാണ് സംസാരിച്ചത്. 10-ാം തീയതി ചർച്ചയ്ക്ക് തയ്യാറാണ്. കമ്പനി പ്രതിനിധികൾ എപ്പോഴെത്തിയാലും സർക്കാർ മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സന്നദ്ധമാണ് എന്നുള്ളതാണ്. അതിൽ ഇക്കാര്യത്തിൽ ഈ തൊഴിലാളികളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നു. ശ്രീ VK സനോജ് DYFI സംസ്ഥാന സെക്രട്ടറി. ശ്രീ സനോജ്, ഇന്ന് സനോജും വസീഫും അടക്കമുള്ള DYFI നേതാക്കൾ നേരിട്ട് ഈ കമ്പനിയിലെത്തി അവരെ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഇടപെടൽ നടത്തുന്നത് കണ്ടു.
കേരളത്തിൽ നമ്മൾ മുമ്പ് ഇതുപോലെ കണ്ടിട്ടില്ല. ഒന്നോ രണ്ടോ ആളുകളെയൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സംഭവം അല്ലാതെ ഒരു സ്ഥാപനം അതിലെ മുഴുവൻ തൊഴിലാളികളെയും പിരിച്ചുവിട്ട് നാളെ മുതൽ വരണ്ട എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ഇത് ആണ് ഇനി അങ്ങോട്ടുള്ള തൊഴിൽ സംസ്കാരമായി മാറാൻ പോകുന്നത് എങ്കിൽ പൊടുന്നനവേ ഒരു ദിവസം തൊഴിൽ രഹിതനാവുന്ന ആളുകൾ എന്ത് ചെയ്യുമെന്നൊരു വലിയ ചോദ്യമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്ന നിലയിലാണോ? എന്ത് തോന്നി അവിടെ എത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ? അഭിലാഷ്, ഇത് അത്യന്തം ഗൗരവമായ ഒരു പ്രശ്നമാണ്. അതായത് ഭാവിയിൽ നമ്മുടെ രാജ്യത്തെ ചെറുപ്പക്കാരുടെ തൊഴിലാളികളുടെ അവസ്ഥ എന്താണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ കേരളത്തിൽ പോലും 900 ആളുകളെ ഒറ്റ അടിക്ക് പിരിച്ചുവിടുകയാണ്. നിങ്ങൾക്ക് ഇനി നാളെ മുതൽ ഇവിടെ ജോലി ഇല്ല എന്ന് പറയുകയാണ്. എവിടെ നിന്നാണ് ഈ ധൈര്യം ഇവർക്ക് കിട്ടുന്നത്? ഇവർക്ക് ഈ ധൈര്യം കിട്ടുന്നത് കേന്ദ്ര ഗവൺമെന്റ് തൊഴിൽ കോഡാണ്. അപ്പൊ നേരത്തെ 1923 മുതൽ 2008 വരെയുള്ള കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട്. ആ നിയമങ്ങൾ നമുക്ക് 10-29 നിയമങ്ങളാണ്. ആ നിയമങ്ങൾ മുഴുവൻ റദ്ദ് ചെയ്തിട്ട് ആ നിയമം എന്ന വാക്ക് തന്നെ മാറ്റിയിട്ട് താരതമ്യേന കുറച്ചുകൂടി ദുർബലമായ കോഡ് എന്ന പദമാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് ഈ രാജ്യത്തെ ട്രേഡ് യൂണിയനുകളെല്ലാം വളരെ കൃത്യമായി അന്ന് തന്നെ പറഞ്ഞിരുന്നു ഇത് വന്നാലുണ്ടാകുന്ന അപകടം സംബന്ധിച്ച്. ഇതിപ്പോ നമ്മുടെ അനുഭവത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ അവിടെ ഓടിയെത്തി. അവിടെ എന്താ കാണുന്നത്? അവര് രാവിലെ ജോലി ചെയ്യാൻ വേണ്ടി 7 മണിക്കും 6 മണിക്കൊക്കെ പലരും വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അവിടെ എത്തി. അവിടെ എത്തിയതിനു ശേഷം ഒരാളെയും അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല. അവിടെ ഗേറ്റ് അടച്ചിരിക്കുകയാണ്. ഈ കുട്ടികളെല്ലാം അവിടെ പുറത്ത് പൊരി വെയിലത്ത് നിൽക്കുകയാണ്. അവർക്ക് വെള്ളമില്ല, അവർക്ക് ഒന്ന് വാഷ്റൂമിൽ പോകാനുള്ള സൗകര്യമില്ല. അപ്പോൾ ചർച്ച ഗസ്റ്റ് ഹൗസിൽ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ റോഡിൽ നിൽക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോ അതിന്റെ അധികൃതരൊന്നും അവിടെ ഇല്ല. കുറച്ച് സെക്യൂരിറ്റിക്കാർ മാത്രമാണ് അവിടെ ഉള്ളത്. പിന്നെ ആ സ്ഥാപനത്തെ സംരക്ഷണം കൊടുക്കാൻ കുറച്ച് പോലീസുകാരും. ഞങ്ങള് ബലമായി തന്നെ അവരോട് പറഞ്ഞു അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഈ പാവപ്പെട്ട ഈ തൊഴിലാളികളെ, ഈ യുവ തൊഴിലാളികളെ അങ്ങോട്ട് അവരുടെ സ്ഥാപനത്തിലേക്ക് കയറ്റി അവർക്ക് അല്പമെങ്കിലും ആശ്വാസം പകരാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞത്. അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യം നമുക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ നിലയിൽ പെരുമാറാൻ എവിടെ നിന്നാണ് ഇവർക്ക് ധൈര്യം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് ലേബർ കോഡുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അപ്പൊ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമായിട്ട് ഇത് മാറുകയാണ്. ഇപ്പൊ 10-ാം തീയതി ചർച്ച ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ ചർച്ചയെല്ലാം എത്ര മാത്രം അങ്ങോട്ട് പുരോഗമിക്കുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഇതിൽ നിന്ന് ഉടമകൾ ഇങ്ങോട്ട് വരുന്നില്ല. അവരേതോ പ്രതിനിധികളെ, ഏതോ വക്കീലന്മാരെ എല്ലാം ആണ് ഇങ്ങോട്ട് അയക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സംസ്ഥാന ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണം. സംസ്ഥാന ഗവൺമെന്റ് ഈ കമ്പനിയുടെ യഥാർത്ഥ പ്രതിനിധികളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ വേണ്ടി തയ്യാറാവണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇവിടെ ഇപ്പം ലേബർ കോഡുകളെ സംബന്ധിച്ച് പറയുമ്പോൾ 300-ൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾ, ആ 300-ൽ കൂടുതൽ തൊഴിലാളികളുടെ സ്ഥാപനങ്ങൾ പിരിച്ചുവിടണമെങ്കിൽ സർക്കാരിൽ നിന്ന് നേരത്തെ തന്നെ അത് ഒഴിവാക്കണം. നേരത്തെ തന്നെ അനുവാദം വാങ്ങിക്കണം. ഇതിപ്പോ സർക്കാർ നേരത്തെ ഒരു അനുവാദം വാങ്ങിയിട്ടില്ല. നേരത്തെ ഇത് 100 നേരത്തെ കണക്ക്, ലേബർ കോഡുകൾ വന്നപ്പോഴാണ് 300-ന്റെ കണക്ക് വന്നത്. ഇനി ഇത് ഇവിടെയാണെങ്കിലോ 900 ആളുകളെ പിരിച്ചുവിട്ടത്. ഈ കൊച്ചിയിലെ സ്ഥാപനത്തിൽ മാത്രം 700 ആളെ പിരിച്ചുവിട്ടു. കോഴിക്കോട് ഇവരുടെ സ്ഥാപനത്തിൽ 200 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട്. അവിടെയും സമരം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവരോട് പറഞ്ഞത് നിങ്ങൾ നടത്തുന്ന ഈ സമരത്തിന് ഡിവൈഎഫ്ഐയുടെ എല്ലാ പിന്തുണയും ഉണ്ടാവുമെന്നാണ്. അവിടെ CIT ഉൾപ്പെടെ ഉള്ള പ്രതിനിധികൾ അവിടെ എത്തി. അപ്പൊ ഈ വരാൻ വേണ്ടി പോകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കരാർ അടിമകളായി മാത്രമാണ് ഈ പുതിയ തൊഴിലാളികളെ ഇവർ പരിഗണിക്കുന്നത്. സ്ഥിരമായി ജോലിയില്ല, അവർക്ക് സംഘടിക്കാനുള്ള അവകാശമില്ല. എന്തെങ്കിലും ട്രേഡ് യൂണിയന്റെ ഭാഗമായി നിൽക്കണമെങ്കിൽ പോലും ഈ മുതലാളിമാരുടെ, ഈ കമ്പനി ഉടമകളുടെ പെർമിഷൻ വേണം എന്നൊക്കെയാണ് ഈ ലേബർ കോഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ ശക്തമായി എതിർക്കേണ്ടതുണ്ട്. ലേബർ കോഡുകൾ ഇവിടെ നടപ്പാക്കിയാൽ നമ്മുടെ അടുത്ത തലമുറ വെറും അടിമകളായി ഇവിടെ ജീവിക്കേണ്ടി വരും. അങ്ങനെ അടിമകളായി ജീവിക്കണമോ വേണ്ടയോ എന്ന സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഇന്നത്തെ സമരത്തിൽ കൂടി ഉയർന്നു വന്നിട്ടുള്ളത്. ഇത് ഒരു സ്ഥാപനത്തിന് മാത്രം പ്രശ്നമല്ല. നാളെ ഇൻഫോ പാർക്കിൽ ഈ പ്രശ്നം വരും, ടെക്നോ പാർക്കിൽ പ്രശ്നം വരും, IT സ്ഥാപനങ്ങളിൽ മുഴുവൻ ഈ പ്രശ്നം വരും. ആയിരക്കണക്കിന് ആളുകളെ വരും ദിവസങ്ങളിൽ പിരിച്ചുവിടുന്ന രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ പോകും. അതുകൊണ്ട് ഈ സമരം ഒരു കാരണവശാലും പരാജയപ്പെടാൻ പാടില്ലാത്ത ഒരു സമരമാണ് എന്നാണ് അനുബന്ധമായി പറയാനുള്ളത്. ശരി, അതിൽ ശ്രീ വസന്ത് സിറിയക്ക് ലേബർ കോഡ് അനുസരിച്ചാണെങ്കിൽ പോലും നിയമവിരുദ്ധമായ കാര്യമാണ് ഈ കമ്പനിയിൽ സംഭവിച്ചിരിക്കുന്നത്, കോറോ ഹെൽത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ലേബർ കോഡ് വന്നാലും വന്നില്ലെങ്കിലും ഈ വിഷയത്തിൽ രൂക്ഷമായിട്ടുള്ള പ്രശ്നമുണ്ട്. ലേബർ കോഡ് വന്നാൽ കുറെ കൂടി തൊഴിലാളി ദ്രോഹം നടക്കും എന്ന നിരീക്ഷണം ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ശരിയുമാണ് താൻ. നോക്കൂ, കേരളം നേരിടാൻ പോകുന്ന, അല്ലെങ്കിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന, 3ാം ലോക രാജ്യങ്ങൾ ആകെ നേരിടാൻ പോകുന്ന ഒരു വലിയ തൊഴിൽ പ്രതിസന്ധി എന്ന് പറയുന്നത് AI അതിൻ്റെ സമസ്ത മേഖലകളിലേക്കും വികസിക്കുന്നതോടുകൂടി, വ്യാപിക്കുന്നതോടുകൂടി ലേബറിന്റെ ആവശ്യം കുറയുന്നു. ഇപ്പോൾ BPO സെക്ടറിൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ വലിയ തോതിൽ വിദേശത്തെ തൊഴിലുകൾ ഇവിടെ നിന്ന് നിർവഹിച്ചു കൊടുക്കുന്ന ഒരു തൊഴിൽ കമ്പോളമാണ്. ആ തൊഴിൽ കമ്പോളം എന്നുള്ള നിലയിൽ
നമ്മുടെ പ്രസക്തി കുറയുകയാണ് എന്ന പ്രശ്നം കൂടി നേരിടുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഔട്ട്സോഴ്സിംഗ് തൊഴിലുകളും ബാധിക്കപ്പെടാൻ പുതിയ സാഹചര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ പുതിയ റിക്രൂട്ട്മെന്റുകൾ ഇല്ല, വലിയ ടെക് കമ്പനികളൊന്നും പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നില്ല. അതിനൊപ്പം നിലവിലെ ജീവനക്കാരെ കൂടി പിരിച്ചുവിടുക എന്ന നിലയിലേക്കൊക്കെ പോയാൽ ഇവിടെ ഇപ്പോൾ ഈ കോഡിംഗ് കമ്പനി ഒരു തുടക്കമാണെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നുണ്ടോ ഈ പ്രശ്നം? ഉറപ്പായും അങ്ങയുടെ ആശങ്ക പൂർണ്ണാർത്ഥത്തിൽ തന്നെ ശരിയാണ്. നോക്കൂ, ഇപ്പൊ കാർഷിക മേഖലയിൽ പോലും AI സാങ്കേതിക വിദ്യയുടെ ഒരു കടന്നുവരവോടുകൂടി അവിടെ പോലും തൊഴിലവസരങ്ങൾ കുറയാണ്. കൃഷി ചെയ്തേക്കാം എന്ന് വെച്ചാൽ പോലും അവിടെ കൃഷിക്കാരന് പോലും വളരെ മാൻ പവർ വളരെ കുറവ് മതി എന്നൊരു അവസ്ഥയിലേക്ക് കാലം പോകുന്നുണ്ട്. അത് കാലത്തിനൊരു ഒരു വാർണിംഗ് ആണ്. അതിലെങ്ങനെ പ്രതിഫലിക്കണം, അതിലെങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് സനോജും ഞാനും അങ്ങുമൊക്കെ അടങ്ങുന്ന നമ്മുടെ ഒരു യുവ സമൂഹം അതിനകത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവണമെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ യുവാക്കളോട് പറയാം. അതിനൊക്കെ അപ്പുറത്ത് ഈ കോറോ ഹെൽത്തിന്റെ വിഷയത്തിൽ അങ്ങ് ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇപ്പോ ലേബർ കോഡിനെ നമ്മൾ എടുത്താൽ പോലും നിയമവിരുദ്ധമാണ്. കാരണം 300-ൽ ഏറെ പേർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ പിരിച്ചുവിടലോ കമ്പനി ലേ ഓഫോ നടത്തുകയാണെങ്കിൽ 60 ദിവസത്തെ നോട്ടീസ് സർക്കാരിന് നൽകണം, സർക്കാരിനെ അക്നോളജ് ചെയ്യണം, സർക്കാരിന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കണമെന്നാണ് ലേബർ കോഡ് പോലും പറയുന്നത്. അതിന് മുമ്പ് 100 ആയിരുന്നു. പിന്നെ കരാർ ജീവനക്കാരുടെ കാര്യമാണെങ്കിൽ 20 ആയിരുന്നു. അത് ഈ ലേബർ കോഡ് വന്നതോടുകൂടി കരാർ ജീവനക്കാരുടെ 50 ആക്കി വർദ്ധിപ്പിച്ചു. അന്ന് INTUCയും CATU ഒക്കെ സമരം ചെയ്യുമ്പോൾ ഇതൊക്കെ ശരിയല്ല, ഇത് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് എന്ന് പറഞ്ഞ് മാറി നിന്ന പല രാഷ്ട്രീയവാദികളായിട്ടുള്ള നമ്മുടെ യുവ സമൂഹത്തിനും ഇത് നേരിടേണ്ടി വരികയാണ്. ഇതിന്റെ ഫലവത്ത് ഈ പറയുന്ന പ്രശ്നത്തിന്റെ അന്ന് ഞങ്ങളടക്കം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയത്തിന്റെ ആത്യന്തികമായ പ്രശ്നം ഏറ്റവും ആദ്യം നേരിടേണ്ടി വരുന്നത് ആ പൊളിറ്റിക്കൽ അല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ കുട്ടികൾക്കാണ് എന്നത് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഇനി സർക്കാരിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ കൃത്യമായ സ്റ്റാൻഡ് ഉണ്ട്. ഒന്ന്, അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ അവർ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ ആദ്യ മണിക്കൂറിൽ ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഡയറക്ടർ ബോർഡിന്റെ പ്രതിനിധികൾ ഉണ്ടെങ്കിലാണ് മിനിസ്റ്റീരിയൽ ലെവലിൽ ചർച്ച ചെയ്യാൻ സാധിക്കുക എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്നോ ബോംബെയിൽ നിന്നോ നോയിഡയിൽ നിന്നോ ഏതെങ്കിലുമൊക്കെ HR റിലേറ്റഡ് ആയിട്ടുള്ള റെപ്രസെന്റേറ്റീവ്സിനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അത്തരം ചർച്ചകൾക്ക് സർക്കാർ നിന്നു കൊടുക്കില്ല. ഞങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, കോറോ ഹെൽത്തിന്റെ ഡയറക്ടറൽ റെപ്രസെന്റേറ്റീവ് അതുണ്ടായാൽ മതിയാവുകയുള്ളൂ. അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നായിരുന്നു ചർച്ചയ്ക്ക് എത്താമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ എന്നാൽ വളരെ കൃത്യമായി കമ്പനിയുടെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നു, പറ്റില്ല, 10-ാം തീയതിയോ അതിനോടനുബന്ധിച്ച ദിവസങ്ങളോ നമ്മുടെ തീരുമാനം അറിയിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ 10-ാം തീയതി തന്നെ 1 മണിക്കൂർ പോലും മാറ്റിവെക്കണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു. അതുകൊണ്ടാണ് 10-ാം തീയതി തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്താം എന്ന് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്നിപ്പോ അവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെ കരാറുകളെ, കഴിഞ്ഞ ദിവസങ്ങളിലെ തീരുമാനങ്ങളെ, കൺസൈൻനെസ്സുകളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഇന്ന് അവിടെ പ്രവർത്തിക്കാൻ വരുന്നവർക്ക് ലേബർ സ്പേസ് തുറന്നു കൊടുക്കേണ്ട എന്ന് ആ തേർഡ് പാർട്ടി കമ്പനിയോട് ഈ കമ്പനി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അവിടേക്കാണ് പ്രിയപ്പെട്ട സനോജും എന്റെ സുഹൃത്ത് വസീഫും അടക്കമുള്ളവർ ആദ്യം എത്തുകയും പിന്നീട് സ്ഥലത്തെ MLA-മാരായിട്ടുള്ള ശ്രീ മുഹമ്മദ് ഷിയാസും പ്രിയപ്പെട്ട ഉമാ തോമസും അടക്കമുള്ളവർ എത്തി അവിടെ മറ്റൊരു തരത്തിലേക്ക് ആ വിഷയം ഏറ്റെടുക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോ വളരെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസം വരെ ഏറ്റവും കുറഞ്ഞത് 10-ാം തീയതി വരെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തേ മതിയാവുകയുള്ളൂ. അവർക്ക് ജോലി അലോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അവർക്ക് ആ വർക്ക് സ്പേസ് അവിടെ അവൈലബിൾ ആക്കണം. അതിന്റെ അകത്ത് കോൺഗ്രസ് എന്നോ DYFI ഒന്നുമില്ല. നമ്മൾ വളരെ കൃത്യമായി ആ സ്റ്റാൻഡ് മുമ്പോട്ട് വെച്ചു. അത് താൽക്കാലികമായി അവർ അംഗീകരിച്ചിട്ടുണ്ട്. 1, 2 പെട്ടെന്ന് അവസാനിപ്പിക്കാം ശ്രീ അഭിലാഷ്. 2, വളരെ കൃത്യമായി ലേബർ ഓഫീസർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട IAS-നെ അവിടേക്ക് നമ്മൾ പറഞ്ഞു വിട്ടു. ചർച്ചയ്ക്ക് അവരാണ് നേതൃത്വം കൊടുത്തത്. രണ്ടാമതൊരു കാര്യമുണ്ട്, സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ്. മാക്സിമം ആ കമ്പനിക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ സർക്കാരിനെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരെ ഇവിടെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണല്ലോ നമ്മളെ സംബന്ധിച്ച് ആത്യന്തികമായി എടുക്കാൻ പറ്റുന്ന ഒന്നാമത്തെ സ്റ്റാൻഡ്. ഞാനിപ്പോ നോക്കിയായിരുന്നു കോറോ ഹെൽത്തിന്റെ വെബ്സൈറ്റൊക്കെ. അവർ നോയിഡയിൽ 1000 ഓപ്പണിംഗ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ. ഉത്തർപ്രദേശിൽ 350 ഓപ്പണിംഗ് വോക്ക്-ഇൻ ഇന്റർവ്യൂവിന് വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ് 16-ാം തീയതി ഈ മാസം. അപ്പോഴാണ് അവർ ഇവിടെ നിന്ന് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് പോകുന്നതിൽ സർക്കാർ തലത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും. ഇനി അങ്ങനെ അല്ല, ഞങ്ങൾ ഇത് പൂട്ടിപ്പോവാണ്, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നാണെങ്കിൽ സംസ്ഥാന സർക്കാർ നേരിട്ട് നിയമയുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടും. ഇവരെ സംരക്ഷിക്കാൻ ഏറെത്തറ്റം വരെ സർക്കാർ പോകുന്നതിൽ ഒരു സംശയം. ശരി, നമുക്കൊരു ഇടവേള എടുത്തതിന് ശേഷം ബാക്കിയുള്ള ചർച്ചയിലേക്ക് വേണം. പക്ഷെ ഫൈസൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്പനി വീണ്ടും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു കമ്പനി ലേ ഓഫ് ഒക്കെ നടത്തുക സാമ്പത്തികമായി പൊളിഞ്ഞ് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന അവസ്ഥയിലാണ്. കോറോ ഹെൽത്തിനെ സംബന്ധിച്ച് അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി വന്ന് കമ്പനി അടച്ചുപൂട്ടേണ്ടതോ ഡൗൺ സൈസ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള യാതൊരു സാഹചര്യവുമില്ല. നിങ്ങളോട് വരണ്ട എന്ന് പറയുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ തൊഴിലാളികളെ അവർ ഉദ്ദേശിക്കുന്ന അത്രയും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന മാതിരി ചൂഷണം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതായിരിക്കുമോ പ്രശ്നം? തീർച്ചയായും നമ്മുടെ
കോൺഗ്രസ് പ്രതിനിധി വസന്ത് സേരയൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ കേരളത്തിൽ അവർക്ക് പ്രവർത്തിക്കാൻ യാതൊരുവിധ തടസ്സങ്ങളോ ഒരു റവന്യൂ ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊന്നുമില്ല. അവർ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തുടരാൻ താല്പര്യമില്ല, നിങ്ങൾ എന്താ ചെയ്തു എന്നൊരു മട്ടിൽ അദ്ദേഹം പറഞ്ഞതുപോലെ അത് പറഞ്ഞ് ശരിയാക്കുന്ന പോലെ അങ്ങനെ ഞങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇവിടെ നമുക്കറിയാലോ ഈ ഒരു 1000 crore പ്രോഫിറ്റുള്ള ഒരു കമ്പനി ആയത് ആണ് കോറോയിൽ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ മാത്രമല്ല മറ്റുള്ള ലൊക്കേഷനുകളിൽ, അതായത് ഹൈദരാബാദിലും നോയിഡയിലൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടക്കുകയാണ് 450. ഇപ്പോൾ ഇവിടെ എത്ര പേരെ പിരിച്ചു വിട്ടോ അത്രത്തോളം ആളുകളെ അവിടെ അവർ റിക്രൂട്ട് ചെയ്യാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ ഇവിടെ അവർ തുടരാൻ താല്പര്യമില്ല, നമ്മളെ ഉപേക്ഷിച്ച് അങ്ങോട്ട് പോവുകയാണ്. മേ ബി ചിലപ്പോൾ ഞങ്ങൾ ഒരു CPC സർട്ടിഫൈഡ് ആയ ആളുകളാണ് ഈ മെഡിക്കൽ കോഡിങ് ജോബിലോട്ട് വരുന്നത്. അതായത് AAPC എന്ന ഒരു അമേരിക്കൻ സംഘടനയുടെ സർട്ടിഫിക്കേഷനാണ്. ഞങ്ങളത് ലക്ഷങ്ങൾ ചിലവാക്കി അത് എക്സാം പാസ്സായിട്ടാണ് ഈ ജോബിൽ ഞങ്ങൾ കയറുന്നത്. മേ ബി ചിലപ്പോൾ ഇവർ മറ്റു ലൊക്കേഷനിലൊക്കെ ഇവർ ജോലിക്ക് എടുക്കുന്ന ആളുകൾ ചിലപ്പോൾ CPC സർട്ടിഫൈഡ് അല്ലാത്ത ആവാം. അവർ കുറഞ്ഞ സാലറിയിൽ അവരെ കിട്ടുമെന്നത് കൊണ്ട് അവരവിടുന്ന് ആളുകൾ റിക്രൂട്ട് ചെയ്യാണ്, കേരളത്തിലുള്ള ആൾക്കാരെ ഒഴിവാക്കുകയാണ്. അല്ല, ഇവിടെ ഈ നിങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ മെച്ചപ്പെട്ടതാണ്. ഈ കമ്പനിയുടെ HR പോളിസി എങ്ങനെയാണ്? നിങ്ങളുടെ ഇവിടെ ജോലിയുടെ കൂടുതലിന്റെ കാര്യം പറഞ്ഞു, അതല്ലാതെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, ശമ്പളം, ഇൻക്രിമെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രൊഫഷണലായും വളരെ കൃത്യമായും കാര്യങ്ങൾ നടത്തുന്ന കമ്പനിയാണോ? തീർച്ചയായും വളരെ പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ നീക്കുപോക്ക് ചെയ്യുന്ന കമ്പനി തന്നെയാണ്. എല്ലാം കൃത്യമായ ശമ്പളം എല്ലാവർക്കും ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആവും ബാക്കിയുള്ളവർക്കൊക്കെ. നമുക്കൊരു സർവീസ് ലെവൽ അഗ്രിമെൻ്റ് എന്നുള്ളതുണ്ട്. നമ്മളുടെ ചെയ്യുന്നത് 2 ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. ഒന്നൊരു ക്വാളിറ്റി പ്രൊഡക്ഷൻ, നമ്മൾ 95 above ക്വാളിറ്റി, 100% പ്രൊഡക്ഷൻ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഈ പിരിച്ചുവിട്ട 800-ൽ 99% പേരും 95-ന് മുകളിൽ ക്വാളിറ്റിയും 150-ന് മുകളിൽ പ്രൊഡക്ഷനും ചെയ്ത് കമ്പനിക്ക് മാക്സിമം റവന്യൂ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യുന്നതിന് അലവൻസ് ഉണ്ടോ? ഞങ്ങളെ ബാക്കിയുള്ള എല്ലാം ഞങ്ങൾക്ക് 2 months ബിഫോർ അത്യാവശ്യം ഇൻസെൻറ്റീവ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോശമില്ലാത്ത എമൗണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല കമ്പാരിറ്റീവ്ലി നമുക്ക് സാലറി വൈസ് നോക്കുമ്പോൾ മെച്ചപ്പെട്ട സാലറി തന്നെയാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതിലൊന്നും ഞങ്ങൾക്കൊരു കുറ്റം പറയില്ല. കമ്പനിയെ ഡിഫെയിം ചെയ്യാൻ ഞങ്ങൾക്ക് യാതൊരുവിധ ആഗ്രഹമില്ല. അന്ന് സംഭവിച്ച ഒരു നിർഭാഗ്യകരമായൊരു സംഭവം അത് മാത്രമേ ഞങ്ങൾ ദുഃഖത്തിൽ അയക്കുന്നത്. അതുവരെയുള്ള എല്ലാ പോളിസിയും അവരുടെ പോളിസി തന്നെ Monday to Friday 9 AM to 6 PM അത് വർക്ക് ചെയ്ത് വർക്ക് ലൈഫ് ബാലൻസ് നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളതാണ് കമ്പനിയുടെ പോളിസി. പക്ഷേ എങ്കിൽ പോലും ചില സമയങ്ങളിൽ അവർ നമ്മളെ എക്സ്ട്രാ പണിയെടുക്കാൻ പ്രേരിപ്പിക്കാറുണ്ട്. ഞങ്ങളതിൽ സന്തോഷവാന്മാരാണ്, ഞങ്ങൾ എക്സ്ട്രാ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനുള്ള ചെറിയ ചെറിയ ബെനിഫിറ്റുകൾ ഞങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും ഞങ്ങൾ സർവീസ് ലെവൽ അഗ്രിമെൻറ്റിനേക്കാൾ മികച്ച പ്രകടനവും അവരുടെ മാനദണ്ഡത്തിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും ഒരു സുപ്രഭാതത്തിൽ യാതൊരു പുവർ പെർഫോമൻസിൻ്റെ ബേസിൽ മുമ്പ് ഈ കമ്പനിയിൽ പലരും പിരിച്ചുവിട്ടിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവിക നടപടിയായിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ നല്ല പെർഫോമൻസ് ഉള്ള ആളുകളെയാണ് ഒരു കാരണമില്ലാതെ കേരളത്തിലെ ഓഫീസിൽ ജോലി ചെയ്തു എന്നൊറ്റ കാരണത്താൽ അവർക്ക് ജോലി നഷ്ടമായതാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി. അതുവരെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് യാതൊരുവിധ പരാതി ഇതുവരെ ഉണ്ടായിട്ടില്ല. എക്സെപ്റ്റ് ചില മാസങ്ങളിൽ കണ്ടിന്യൂസ് ആയി 2 weeks ഒക്കെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചതോ അല്ലെങ്കിൽ ചില സൺഡേസിൽ വരാൻ പറഞ്ഞതൊഴികെ യാതൊരുവിധ അങ്ങനെ കംപ്ലയിൻസ് ഒന്നും പോയിട്ടില്ല. അതുമാത്രമല്ല ഇവിടുത്തെ എൻ്റെ കോഴിക്കോടുള്ള ഓഫീസിൽ സീനിയർ മാനേജേഴ്സ് ആയിക്കോട്ടെ, TL ആയിക്കോട്ടെ, HR ആയിക്കോട്ടെ, ഞങ്ങളുമായിട്ട് നല്ലൊരു സൗഹൃദത്തിൽ തന്നെയായിരുന്നു. അവിടെ വേറൊരു അടിമത്തം എന്ന ലെവലിൽ ഇതുവരെ പോയിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത് മുകളിലുള്ള, അതായത് ഞങ്ങൾ നേരിട്ട് കാണാത്ത വെറും ടീംസ് എന്ന മൈക്രോസോഫ്റ്റ് ആപ്പിൽ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയത് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് വർക്ക് അവേഴ്സ്, അതുപോലെ തന്നെ അടുപ്പിച്ച് വീക്കെൻഡ്സിൽ അവധി ഇല്ലാതെ വർക്ക് ചെയ്യേണ്ടി വരിക, കൂടുതൽ അവേഴ്സ് ജോലി ചെയ്യേണ്ടി വരിക, ഇങ്ങനെയുള്ള വിഷയങ്ങളിലുള്ള ചോദ്യമാണോ നിങ്ങൾ ചോദിച്ചത്? അത് മാത്രമാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ഈ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഒരു മാസത്തിൽ 2 ശനി ഞായർ വരാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ എല്ലാ ശനി ഞായറും വരിക എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യം ചില മാസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ മാസം കഴിഞ്ഞ മാസം ഉണ്ടായിട്ടൊന്നുമില്ല ഇതിന്. അപ്പോൾ എപ്പോഴെങ്കിലും വരാൻ പറഞ്ഞപ്പോൾ ലേബർ കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്തു എന്നല്ലാതെ വേറെ ഞങ്ങൾ അങ്ങനെ നടപടികൾ ഞങ്ങളും കംപ്ലയിൻറ്റുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഒരു അപ്രതീക്ഷിത സംഭവം മാത്രമാണ് ഞങ്ങളെ ഈ പരിപാടിയിലാക്കിയത്. അല്ല, ഈ അപ്രതീക്ഷിത സംഭവം എന്ന് പറയുമ്പോൾ അതെന്താണ്?
ഞങ്ങളെ പിരിച്ചുവിട്ടെന്ന കാര്യം അത് ഞങ്ങൾ അവിടെ രാവിലെ വന്നപ്പോഴാണ് ഞങ്ങൾ അതെ ഓക്കെ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ആണ്. ഇവിടെ ശ്രീ തമ്പാൻ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്ന് മാത്രമല്ല ജീവനക്കാരുടെ ബെനിഫിറ്റ്സ് ഒക്കെ കൊടുക്കുന്നതിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. ആ കാര്യത്തിൽ ജീവനക്കാർ സന്തുഷ്ടിയുള്ള ആളുകളുമാണ്. പക്ഷെ പ്രശ്നം ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഈ സൺഡേസ് സാറ്റർഡേസ് ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഇവർ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ലേബർ കോർട്ടിൽ കംപ്ലൈന്റ് പോകുന്നു. അപ്പോൾ ലേബർ നിയമങ്ങൾ പാലിക്കണം, അതല്ലെങ്കിൽ ഇതാ ഇങ്ങനെ നിയമങ്ങളുണ്ട്, ഇങ്ങനൊരു വ്യവസ്ഥയുണ്ട്, ഞങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഏകാധിപത്യപരമായി അത് ശരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേണ്ട, ഞങ്ങൾ വേറെ ആൾക്കാരെ, വേറെ ഹ്യൂമൻ റിസോഴ്സിനെ വേറെ സ്ഥലത്ത് വെച്ച് വർക്ക് ചെയ്യിച്ചോളാം. ഇത് നമ്മുടെ ഒരു പുതിയ വർക്ക് കൾച്ചറിന്റെ കൂടി ഭാഗമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈനായിട്ടോ വരികയാണ്. എന്താണ് ഇക്കാര്യത്തിൽ ഭരണകൂടങ്ങൾക്കൊക്കെ എന്താണ് ചെയ്യാൻ കഴിയുക? അവരും നിസ്സഹായരല്ലേ? എക്സാക്ട്ലി അതാണ് കാരണം. അതിനുള്ള അവകാശം തൊഴിലുടമയ്ക്ക് കിട്ടിയ സ്ഥിതിക്ക് പുതിയ ലേബർ കോഡ് പ്രാബല്യത്തിൽ വരികയും വ്യവസായം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെയും നിയമത്തിൻ്റെയും ചുമതല എന്ന് വരികയും ചെയ്യുമ്പോൾ മാനേജ്മെൻറ്റുകൾ ഇത്തരം നടപടികൾ സ്വീകരിക്കും, പ്രത്യേകിച്ചും വിദേശ മാനേജ്മെൻറ്റുകൾ. ഇതിനെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ സജീവമായി നേരിടണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് ഇവരുടെ ആസ്ഥാനമായ അമേരിക്കയിൽ ടെക്സാസിൽ ഏറ്റവും ഉയർന്ന മാനേജ്മെൻറ്റിൻ്റെ മുൻപാകെ ഈ പ്രശ്നങ്ങൾ ശക്തമായ ഒരു ട്രേഡ് യൂണിയൻ മുഖേന കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് ആ ഒരു മാർഗം അടിയന്തരമായി അവിടുത്തെ തൊഴിലാളികൾ സ്വീകരിക്കണം. ഞാനിത് പറയുന്നത് ഒരു അനുഭവത്തിൽ കൂടിയാണ്. ഡൽഹിയിലുള്ള മാരുതി സുസുക്കി കമ്പനിയിൽ ഉണ്ടായ വലിയൊരു സമരമുണ്ട്. അവിടെ ഒരു കൊലപാതകം വരെ നടന്ന സംഭവമാണ്. അവിടുത്തെ ജീവനക്കാരെ സ്ഥിരമായി അകറ്റി നിർത്തി. നമ്മളിവിടെ എല്ലാവരും ആവോളം ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. പക്ഷേ ഏതെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ജപ്പാനിലുള്ള JTUC എന്ന് പറയുന്ന തൊഴിൽ സംഘടന, ആ തൊഴിൽ സംഘടന ജപ്പാനിലെ സുസുക്കിക്ക് ഇവിടെ നിന്നും നമ്മൾ കൊടുത്ത ആവശ്യപ്രകാരം ആ പ്രശ്നം ജപ്പാനിൽ ഉന്നയിക്കുകയും അത് അന്തർദേശീയ തൊഴിൽ സംഘടനയായ ITUC എന്ന ലോക തൊഴിലാളി സംഘടന ഏറ്റെടുക്കുകയും അവിടെ വെച്ച് തീർപ്പുണ്ടാകുകയും മാരുതി സുസുക്കിയിലെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകുകയും ചെയ്തു. ഞാനിത് പറയുന്നത് വിദേശ കമ്പനികൾ ഇവിടെ നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങളുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ഇപ്പോൾ ഇവിടെ തന്നെ വിശദീകരിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകളോട് തുല്യമായ പദവികൾ വഹിക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ സ്വല്പം മുകളിൽ മാത്രമുള്ള ഒരു വ്യക്തി മന്ത്രിയുടെ മുമ്പിലായിരുന്നാലും ലേബർ കമ്മീഷന്റെ മുമ്പിലായിരുന്നാലും ഹാജരായാൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഉറപ്പുകൾ വളരെ വളരെ ചെറുതാണ്. അതിന് ഒരു നയപരമായ ബാധ്യത ഉണ്ടാകുകയില്ല. അവർക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ. ഒരു കൺസിലിയേഷനോ ഒരു മധ്യസ്ഥ ശ്രമമോ വിജയിക്കണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മുഖാമുഖം കണ്ട് ചർച്ച ചെയ്യുമ്പോഴാണ് അതിന് അവസാനമുണ്ടാകുക. ഇപ്പം ലേബർ മന്ത്രി വിളിച്ചു കൂട്ടുന്ന സമ്മേളനങ്ങളിൽ ഇതിൻ്റെ ശുഭപര്യവസാനം എന്തായിരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതേ അവസരത്തിൽ അമേരിക്കയിലുള്ള ഒറ്റ ട്രേഡ് യൂണിയൻ സംഘടന മാത്രമേ അമേരിക്കയിലുള്ളൂ. AFL-CIO എന്ന് പറയുന്ന അമേരിക്കയിലെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളിൽ ഈ പ്രശ്നം കൊണ്ടുവരികയും അവർ അമേരിക്കൻ മുതലാളിയുടെ മുൻപാകെ അവിടെ കൊണ്ടുവരികയും ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ അന്തർദേശീയമായി ഉണ്ടാകുമെന്ന് മാനേജ്മെൻറ്റിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഈ മാനേജ്മെൻറ്റ് മുട്ടുമുടക്കും. മാരുതി സുസുക്കിയുടെ കാര്യത്തിൽ അതാണ് ഉണ്ടായത്. അത്തരമൊരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കമ്പനിക്ക് അന്തർദേശീയ തലത്തിൽ ഉണ്ടാകുന്ന തിരിച്ചടികളെ കുറിച്ച് അവർ ബോധവാന്മാരാകും. അങ്ങനെ അന്തർദേശീയ തലത്തിൽ ILO പോലെയുള്ള സ്ഥാപനങ്ങളിൽ അന്തർദേശീയ തലത്തിൽ വ്യാപാര രംഗത്ത് അവർക്ക് കരിമ്പട്ടിയിൽ ഉൾപ്പെടുകയോ ഡിസ്ക്വാളിഫിക്കേഷൻ വരികയോ തൊഴിലാളി വിരുദ്ധ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തു എന്ന് പറയുന്നത് ആ കമ്പനിയുടെ നിലനിൽപ്പിനെ
അന്തർദേശീയമായി ബാധിക്കും. അപ്പോൾ അടിയന്തരമായി നാം ചെയ്യേണ്ടത് ഇത് നമ്മുടെ ട്രേഡ് യൂണിയൻ സംഘടനകൾ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളാണ്. ഈ പ്രശ്നം ഈ അന്തർദേശീയ തലത്തിലുള്ള ട്രേഡ് യൂണിയനുകളുടെ മുൻപാകെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നാൽ അത് അവിടെ ടേക്കപ്പ് ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ളവർ മുകളിൽ നിന്ന് ഇടപെട്ട് അതിന് പരിഹാരമുണ്ടാക്കുകയും ചെയ്യും. നാം നടത്തുന്ന ലേബർ കോൺഫറൻസുകൾ വിജയിച്ചു എന്ന് വരാം, വിജയിച്ചില്ല എന്ന് വരാം. നമ്മുടെ നാട്ടിൽ നിന്ന് നിലനിൽക്കുന്ന ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ലേബർ കോഡ് അതിന് പര്യാപ്തമാണ്, മാനേജ്മെൻറ്റിന് സഹായകരമാണ്. നാം വെച്ചിട്ടുള്ള കരാർ അതിന് സഹായകരമാണ്. ഇവിടെ ആകെയുള്ള ഒരു തെറ്റ് 300-ൽ അധികം ജീവനക്കാരുള്ളവരെ പിരിച്ചുവിട്ടു എന്നുള്ള നിയമപരമായ ഒരാനുകൂല്യം അത് കോമ്പൻസേറ്ററി ആണ്. അതുകൊണ്ട് തൊഴിൽ തിരിച്ചു കിട്ടണമെന്നില്ല. അവർ ചെയ്ത നടപടി തുടർന്ന് നടത്തിക്കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ അതിന് പ്രതിവിധി മാത്രം ചെയ്താൽ മതിയാകും. പക്ഷേ ശാശ്വതമായ പരിഹാരം പ്രശ്നത്തിനുണ്ടാകുന്നില്ല. ഇവിടെ ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അതിന് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ അനിവാര്യമാണ്. ഈ തൊഴിലാളികളും അവരുടെ ട്രേഡ് യൂണിയൻ നേതൃത്വവും അതിനുവേണ്ടി ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ശ്രീ വി കെ സനോജ്, ഇപ്പോൾ പുതുതലമുറ സ്ഥാപനങ്ങളിൽ വ്യവസ്ഥാപിതമായ ട്രേഡ് യൂണിയൻ സംവിധാനങ്ങളോ സംഘടനാ സംവിധാനങ്ങളോ ഒന്നുമില്ല. തൊഴിൽ നിയമങ്ങളൊക്കെ ഉണ്ട് എങ്കിലും തോന്നുന്നത് പോലെയാണ്. ആ നിലയിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന, വർക്ക് പ്രഷർ അനുഭവിക്കേണ്ടി വരുന്ന ആളുകളുണ്ട് എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ആത്മഹത്യകൾ, ഈ വൻകിട ബഹുരാഷ്ട്ര കമ്പനികളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് വർക്ക് പ്രഷർ താങ്ങാനാവാതെ ആത്മഹത്യ ചെയ്തത് നമ്മൾ ഇതുപോലെ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രഷറും തൊഴിൽ അന്തരീക്ഷവും ഉള്ള ഇടത്ത് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പരിഹാരമാണ് സാധ്യമെന്ന ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ആ കമ്പനിയെ സംബന്ധിച്ച് ആഗോളതലത്തിൽ അതിൻ്റെ പോളിസിയും അതിൻ്റെ രീതിയും ഇതാണ് എങ്കിൽ എത്രമാത്രം കേരളത്തിലെ തൊഴിൽ വകുപ്പിന് ചർച്ച നടത്തിയ കാര്യം പരിഹരിക്കാൻ പറ്റും? അഭിലാഷ്, ഇത് ശക്തമായ ഇടപെടൽ എല്ലാവരും ചേർന്ന് നടത്തേണ്ട ഒരു പ്രശ്നമാണ്. നമ്മൾ മറന്നുപോയിട്ടില്ല അന്നാ സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണം. അന്നാ സെബാസ്റ്റ്യൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ട് കമ്പനിയിൽ ജോലി ചെയ്ത ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ മരണശേഷം ആ കമ്പനിയുടെ അധികാരികൾക്ക് അന്നാ സെബാസ്റ്റ്യൻ്റെ അമ്മ അയച്ച ഒരു മെയിൽ സന്ദേശം മാധ്യമങ്ങൾ വഴി പുറത്തു വരികയും അത് രാജ്യത്തുടനീളം വലിയ വാർത്തയാവുകയും ചെയ്ത കാര്യം നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ആ തൊഴിലാളികളുടെ വർക്ക് ലൈഫ് ബാലൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന പുതിയ ഒരു പ്രശ്നം, ഇതെല്ലാം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴാണ് രാജ്യത്ത് ഇന്ന് നടപ്പിലാക്കിയിട്ടുള്ള ഈ 4 ലേബർ കോഡുകൾ സംബന്ധിച്ചും നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടത്. ഈ ലേബർ കോഡുകളൊക്കെ കൊണ്ടുവന്നാലുണ്ടാകുന്ന അപകടം സംബന്ധിച്ച് അന്ന് ട്രേഡ് യൂണിയനുകൾ സംയുക്തമായി സംഘടിപ്പിച്ച പണിമുടക്ക് സമരത്തെ അവഹേളിച്ച് ഒരുപാട് മാധ്യമങ്ങളും ഒരുപാട് വലതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്താണ്? ഇന്ന് നിങ്ങൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കൂലി കിട്ടും, അതുകൊണ്ട് ഈ പണിമുടക്ക് സമരമൊന്നും ഒരു കാര്യമില്ല എന്ന് ആക്ഷേപിച്ച ആളുകളുണ്ടായിരുന്നു. ഇപ്പം എന്താ അവസ്ഥ? അന്ന് പണിമുടക്ക് സമരത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ എത്രമാത്രം ശരിയായിരുന്നു എന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരികയല്ലേ. ഇപ്പം ഇവിടെ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടു ആ കുട്ടികളെല്ലാം. അവരെല്ലാം വളരെ ചെറിയ പ്രായമുള്ളവരാണ്. അവർക്ക് ട്രേഡ് യൂണിയൻ എന്ന് പറഞ്ഞാൽ വലിയ നിലയിൽ അറിവില്ല. അവരിതുവരെ ജീവിതത്തിൽ അങ്ങനെ സംഘടിച്ച് മുദ്രാവാക്യം വിളിച്ച അനുഭവങ്ങൾ അവർക്കില്ല. അവരെല്ലാം ഭയന്നിരിക്കുകയാണ്. പലരും മാധ്യമങ്ങൾക്ക് മുന്നിൽ ബൈറ്റ് കൊടുക്കാൻ പോലും വരാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പേടി അവരെ പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കെല്ലാം ധൈര്യം പകർന്നു കൊടുക്കാൻ പൊതുസമൂഹത്തിന് ആകെ ഉത്തരവാദിത്വമുണ്ട്. ഈ വൻകിട കോർപ്പറേറ്റ് ഭീമന്മാർക്ക് മുന്നിൽ നമ്മുടെ നാട് കീഴടങ്ങില്ല എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ട്രേഡ് യൂണിയനുകളും പൊതുസമൂഹം ആകെ പ്രഖ്യാപിക്കേണ്ട ഒരു സന്ദർഭമാണ്. നമ്മുടെ അടുത്ത തലമുറയുടെ സ്ഥിതി എന്താവും? കേരളത്തിൽ ഈ കാര്യങ്ങൾ ലേബർ കോഡുകൾ കൊണ്ടുവന്നപ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് കാലത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഘട്ടത്തിൽ പറഞ്ഞു കേരളത്തിൽ ഇത് നടപ്പാക്കില്ല. ജസ്റ്റിസ് ഗോപാൽ ഗൗഡ അധ്യക്ഷനായിട്ടൊരു കമ്മിറ്റി വെച്ചു. അതിന് ശുപാർശകൾ സംസ്ഥാന സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ആ കാര്യങ്ങൾ നടപ്പിലാക്കാൻ, അതിൽ ഇടപെടാൻ കൂടുതൽ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആ ശുപാർശകൾ കൃത്യമായി ഗവൺമെൻറ് ചർച്ച ചെയ്യണം. അത് കേരളത്തിൽ നടപ്പാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് എടുക്കാൻ വേണ്ടി കഴിയും അത് സംബന്ധിച്ചുള്ള ഗൗരവമായ ആലോചന നടത്തണം. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഗവൺമെൻറ് തന്നെ കേസിന് പോകാലോ. ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിലുള്ള കമ്പനികളാണെങ്കിലും ഈ രാജ്യത്തിൻ്റെ നിയമത്തിനനുസരിച്ചല്ലേ ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയൂ. ഇനിയിപ്പോൾ ഇവർ പാസ്സാക്കിയ ലേബർ കോഡിൻ്റെ അടിസ്ഥാനത്തിൽ പോലും ഇവിടെ ഈ കമ്പനി നടത്തിയിട്ടുള്ള നിയമലംഘനം നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഗൗരവമായി കേരളീയ പൊതുസമൂഹം, നമ്മുടെ രാജ്യത്തെ ട്രേഡ് യൂണിയനുകളെല്ലാം ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമാണ്. തൊഴിൽ സ്ഥിരത എന്ന് പറയുന്ന കാര്യമില്ലാതായില്ലേ. ഇപ്പം തൊഴിലാളികളെ പിരിച്ചുവിട്ടു.
ഇപ്പം ജോലി ഒരു 60 ദിവസം മുന്നേ നോട്ടീസ് കൊടുത്തിട്ടാണെങ്കിൽ ആ ജോലി എടുക്കുന്ന ഒരു ചെറുപ്പക്കാരിക്ക് മറ്റ് കമ്പനികളെ സമീപിച്ച് ഞാൻ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്, ഞാൻ കമ്പനി മാറാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കമ്പനിയുമായിട്ട് ഒരു ബാർഗെയിനിങ് പവർ അവർക്കുണ്ട്. ബാർഗെയിനിങ് നടത്തിയിട്ട് അവരുടെ സാലറി അവർക്ക് ഉറപ്പിക്കാൻ പറ്റും. പക്ഷെ പിരിച്ചുവിടപ്പെട്ട ഒരു തൊഴിലാളിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ കഴിയില്ല. തൊഴിലില്ലാത്ത ഒരാൾക്ക് വേറൊരു സ്ഥാപനത്തിൽ പോയി തൊഴിൽ ചോദിക്കുമ്പോൾ ഒരു ബാർഗെയിനിങ് പവറും അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെല്ലാമുള്ള നിരവധി പ്രശ്നങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. സംസ്ഥാന ഗവൺമെൻറ് ഗോപാൽ ഗൗഡ കമ്മീഷൻ കൊടുത്തിട്ടുള്ള ഈ കമ്മിറ്റി കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. കരാർ അടിമകളാക്കിയിട്ട് മാറ്റുന്ന ഈ നയത്തിനെതിരായിട്ടുള്ള ശക്തമായ സമരം എല്ലാ അർത്ഥത്തിലും നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി കഴിയണം എന്നുള്ളതാണ്. പിന്നെ വിവിധ കമ്പനികളിൽ ജോലിയെടുക്കുന്ന ആളുകളുടെ അവസ്ഥ ഇപ്പം എന്താ? ഇപ്പോൾ 8 മണിക്കൂറല്ലല്ലോ, 10 മണിക്കൂർ, 12 മണിക്കൂർ, 14 മണിക്കൂറൊക്കെ എടുക്കേണ്ടി വരികയാണ്. എന്നിട്ടും അവർക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആ ജോലിയിൽ നിന്ന് വിടുതൽ കിട്ടുന്നില്ല. അവർ വീണ്ടും അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ലാപ്ടോപ്പ് തുറന്നു വെച്ച് പാതിര വരെ ഇരിക്കേണ്ട അവസ്ഥയാണ്. എന്തെങ്കിലും ഒരു അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞാൽ ഇതാ സ്ഥിതി, നാളെ മുതൽ നീ വരണ്ട, അവിടെ പാസ്വേഡും അവിടെ യൂസർ നെയിമും അവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. പിന്നീട് മുതലാളി ആരാണെന്ന് ഇവർക്കറിയില്ല, ഇവിടെ പോയി സമരം ചെയ്യണമെന്ന് അറിയില്ല, ആരോട് പറയണമെന്നറിയില്ല. ഇതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ഈ ചൂഷണത്തിന് ആവശ്യമായ നിലയിൽ എല്ലാ സൗകര്യവും കേന്ദ്ര ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിരിക്കുന്നു ഈ ലേബർ കോഡിൽ കൂടി. ഞാൻ നേരത്തെ പറഞ്ഞു 1923 മുതലുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളാണ് ഇവിടെ റദ്ദ് ചെയ്തിട്ട് അതിന് പകരം വളരെ എന്താ പറയുക പരിമിതമായിട്ടുള്ള കോഡുകൾ എന്ന രൂപത്തിൽ ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ രാജ്യത്ത് എല്ലാ വിഭാഗം ആളുകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിനകത്ത് ശക്തമായ കൂട്ടായ്മകൾ, ഐക്യപ്പെടൽ നമുക്ക് വേണ്ടതുണ്ട്. എല്ലാ വിഭാഗം ആളുകളും ഇതിനെതിരായിട്ട് സമരം ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇവിടെ യാതൊരു തരത്തിലും ഒരു ജോലിയും എടുത്ത് ജീവിക്കാൻ കഴിയാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ വരും. ഇന്നിപ്പോൾ ഈ കമ്പനിയിലാണെങ്കിൽ അടുത്ത ദിവസം എത്രയോ കമ്പനികൾ ഇവിടെ പിന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ആ കമ്പനികളെല്ലാം ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരില്ലേ? ആയിരക്കണക്കിന് ആളുകളെ ഒറ്റ സുപ്രഭാതത്തിൽ പിരിച്ചുവിടൂലേ? അതുകൊണ്ട് ഇത് ഒരു കേരളത്തിൽ ഒരു വലിയ സമരമാക്കി വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഈ കുട്ടികളെ അവിടെ തിരിച്ചെടുപ്പിക്കുന്നതുവരെ വിശ്രമമില്ലാത്ത പോരാട്ടം നമ്മൾ നയിക്കേണ്ടതുണ്ട്. ഈ സമരത്തിൽ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ ഇത് വ്യാപകമാവും. ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ നഷ്ടമാവുന്ന രീതിക്ക് കാര്യങ്ങൾ പോകും. ശരി, ഓക്കെ. അതിൽ ശ്രീ വസന്ത് സിറേഖ്, 2 വശങ്ങൾ ഗവൺമെന്റിന് നോക്കാനുണ്ട്. തൊഴിൽ സാധ്യതകൾ വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെടുക കൂടി വേണമല്ലോ. അപ്പോൾ ഈ വൻകിട സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ സെന്ററുകളും ക്യാമ്പസുകളും തുറന്ന് ജോബ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം, വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ കേരളത്തിലേക്ക് വരുമോ എന്ന പ്രശ്നമുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈയും കഴിഞ്ഞിട്ടേ ഉള്ളൂ കേരളത്തിലെ കൊച്ചിയുടെയോ മറ്റേതെങ്കിലും നഗരത്തിൻ്റെയോ ഒക്കെ സ്ഥാനം. അതിന് പല കാരണങ്ങളുണ്ട്. നല്ല ഹ്യൂമൻ റിസോഴ്സസ് നമുക്കുണ്ട്. നല്ല തൊഴിൽ പൊട്ടൻഷ്യൽ ഉള്ള, നല്ല മെച്ചപ്പെട്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഹ്യൂമൻ റിസോഴ്സ് നമുക്കുണ്ടെങ്കിലും നമുക്ക് ഇവിടെ ഒരു തൊഴിൽ ഹബ്ബായി മാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സർക്കാർ എന്ത് ചെയ്യുമെന്നുള്ളതൊരു ചോദ്യമാണ്. സർക്കാർ ഇതൊരു ടൈറ്റ് റോപ്പ് വാക്കാണ്. എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ ആശയവ്യക്തത ഉണ്ടോ? നോക്കൂ അഭിലാഷ്, ഇപ്പോ ഏറ്റവും കൂടുതൽ ഈ IT ജോബുകളുടെ ഹബ്ബായിരിക്കുന്നത് ബാംഗ്ലൂരും ഹൈദരാബാദുമാണ്. പക്ഷെ ഈ രണ്ടിടത്തും നമ്മളിപ്പോ ഒരു ഡേറ്റ എടുത്താൽ അതിന്റെ ഒരു 30% അവിടെ ജോലി ചെയ്യുന്ന മലയാളികളാണ്. ഏത് ബാംഗ്ലൂർ ജോലി ചെയ്യുന്നതും ഹൈദരാബാദ് ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ ഇപ്പൊ നോയിഡ ജോലി ചെയ്യുന്നതും ഒക്കെ എടുത്തു നോക്കിയാൽ, പൂനെ മറ്റൊരു ഹബ്ബാണ്, പൂനെയൊക്കെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന മലയാളികളാണ്. അപ്പൊ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ കുറവിന്റെ അല്ല, അതിന്റെ മെച്ചക്കുറവിന്റെ അല്ല, മറിച്ച് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. സർക്കാരിന് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നത് ആദ്യത്തെ ഘട്ടമാണ്. അത് നമ്മൾ കൃത്യമായി പഠിക്കും. 6 മാസം മുമ്പാണ് ഈ പറയുന്ന തെലുങ്കാനയിൽ ഹൈദരാബാദില് സ്വിസ് ബാങ്കിന്റെ 1000 ഓപ്പണിങ്ങുകളാണ്. അപ്പൊ വൻകിട കമ്പനികളെ അവരുടെ ജോബ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നവരെ കൊണ്ടുവരാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നത് സർക്കാരിന്റെ ഭാഗമാണ്. അതിന് ഇൻഫ്രാസ്ട്രക്ചറലായിട്ടോ അല്ലെങ്കിൽ സർക്കാരിന്റെ എന്തെങ്കിലും അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിജിഡായ നിയമങ്ങളുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കൂടെ ഒരു എന്താ പറയുക റിലാക്സേഷൻ അവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അത് തൊഴിൽ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയുടെ ആത്മാഭിമാനത്തെയോ അയാളുടെ സുരക്ഷിതത്വത്തെ പണയം വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഒന്ന്. 2, ശ്രീ സനോജ് പറഞ്ഞു ലേബർ കോഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായി എതിർക്കണം എന്ന് പറയുമ്പോൾ നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചു, ഏറ്റവും ആദ്യം അത് നോട്ടിഫൈ ചെയ്തത് കേരളത്തിലാണ്. അതിനുശേഷമാണ് പിന്നീട് ഈ പറയുന്ന കമ്മിറ്റിയൊക്കെ വെച്ചത്. ആ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ സർക്കാർ പരിഗണിക്കും, അതുമായിട്ട് മുമ്പോട്ട് പോകും. ഞാൻ ഒരു കണക്ക് നോക്കുകയായിരുന്നു. കഴിഞ്ഞ സനോജെ ഞാൻ അങ്ങയുടെയും ശ്രീ വസീഫിന്റെ അടക്കമുള്ള ഇടപെടലുകളെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അത് സൂചിപ്പിച്ചു പോയെന്നേ ഉള്ളൂ. എനിക്ക് അതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യാൻ താല്പര്യമില്ല. നമുക്ക് അത് അവിടെ വിടാം. അങ്ങ് പറഞ്ഞതിനെ ഞാൻ അങ്ങ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി അത് ചർച്ച ചെയ്യണമെങ്കിൽ ഞാൻ തയ്യാറാണ്.
ഇനി രണ്ട്, ഞാനൊരു കണക്ക് നോക്കിയായിരുന്നു, സനോജ് അടക്കം നോക്കിയിട്ടുണ്ടാവാം. NCRBയുടെ കണക്കുണ്ട്. ഏത് ഈ പറയുന്ന ബഹുരാഷ്ട്ര കുത്തക IT കമ്പനികളിൽ കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ 376 ആത്മഹത്യകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ വർക്ക് പ്രഷറിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തതിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. അതിന് പുറത്ത് അതിനേക്കാൾ കൂടുതലുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പിടിച്ചേക്കാൻ പറ്റുക? രാജ്യത്ത് പ്രധാനമന്ത്രി വർക്ക് ഫ്രം ഹോം ഈ പറയുന്ന ഇന്ധന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് പ്രധാനമന്ത്രി നേരിട്ട് പ്രഖ്യാപിച്ചാണ്. എത്ര കമ്പനികൾ വർക്ക് ഫ്രം ഹോം അതിനുശേഷം പ്രധാനമന്ത്രിയുടെ അനൗൺസ്മെന്റിന് ശേഷം കൊടുത്തിട്ടുണ്ട്? 8 മണിക്കൂർ പണിയെന്ന് പറയും, 12 മണിക്കൂർ 18 മണിക്കൂർ ഒക്കെ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ നേരിട്ട് എനിക്കറിയാം. ഞാനിപ്പോ ഈ കൊറോ ഹെൽത്തിൽ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡിയുമായി സംസാരിച്ചു രാവിലെ. അപ്പൊ അവർ പറഞ്ഞത് ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല. ഇപ്പൊ ഫൈസലിനൊക്കെ പറയാൻ ഒരു പരിധി ഉണ്ടാവാം. കാരണം നാളെ കമ്പനി അവർക്ക് ജോബ് പ്രൊവൈഡ് ചെയ്താൽ അദ്ദേഹത്തിന്റെ അടക്കം ഇത് അദ്ദേഹത്തിന്റെ ഒരു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് ബാധിക്കുമോ എന്നൊരു ഭയം ഉണ്ടാവാം. നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം പിരിച്ചുവിട്ടല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ ഏതാണ് 126 ജോലിക്കാർ ഇതിനു മുമ്പും പലപ്പോഴും നോട്ടീസ് കൊടുത്തവർ പിരിച്ചുവിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 126 പേരെ. അവരുടെ വർക്ക് കൊള്ളില്ല, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന വർക്ക് ക്വാളിറ്റി കൊള്ളില്ല എന്ന് പറഞ്ഞാണ് നോട്ടീസ് കൊടുത്തത്. അതിന്റെ 2 മാസത്തെ നോട്ടീസ് കൊടുക്കണമെന്നുള്ള നിയമം ഉള്ളപ്പോഴും അത് കൊടുത്തിട്ടില്ല. അതിന്റെ കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. അതിൽ പലരും ഈ പറയുന്ന ലേബർ കോടതികളെയും ലേബർ സംവിധാനങ്ങളെയും സമീപിച്ചിട്ടുണ്ട്. അതായത് കൊറോ ഹെൽത്തിന് ഓൾറെഡി കഴിഞ്ഞ 6 മാസത്തിനിടയിൽ അവിടെ ഉദ്യോഗം ചെയ്തിരുന്നവരെ പിരിച്ചുവിട്ടതിന്റെ പേരിൽ നിയമ നടപടികൾ അടക്കം നേരിടേണ്ട അവസ്ഥ സംസ്ഥാനത്തുണ്ട്. അപ്പൊ പെട്ടെന്ന് അവരെങ്കിൽ തീരുമാനിക്കണം, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ മാടുകളെ, ഇതിനേക്കാൾ നല്ല പണിയെടുക്കുന്ന മാടുകളെ ഞങ്ങൾക്ക് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കിട്ടും, ഞങ്ങൾ അവിടെ പൊക്കോളാം എന്നാണ് പറയുന്നത്. നോക്കിയപ്പോ ഫൈസൽ പറഞ്ഞത് നമ്മൾ മുഖവരക്കെടുത്താൽ കൊറോ ഹെൽത്തിന്റെ വാദത്തെ എടുക്കാൻ പറ്റില്ല. അവർ പറയുന്നത് ഇവിടെ വർക്കില്ലെന്നുള്ളതാണ്. ഒന്ന്, ഇതൊരു മെഡിക്കൽ കോഡിംഗ് കമ്പനിയാണ്. അവരുടെ വർക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്ലേസിലെ വർക്കല്ല കിട്ടുന്നത്. അവർക്ക് അന്താരാഷ്ട്ര തലത്തിൽ വർക്ക് കിട്ടിയാണ് അവർ ഇവിടേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഫൈസൽ പറഞ്ഞത് സൺഡേസും സാറ്റർഡേസും അവരോട് വർക്ക് ചെയ്യാൻ പറയണം. അപ്പൊ വർക്ക് ഇല്ലാഞ്ഞിട്ടാണോ, വർക്ക് അലോട്ട് ചെയ്യാൻ ഇല്ലാഞ്ഞിട്ടാണോ? ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 126 പേരെ അറക്കാൻ, അറവുമാട് പോലെ അറക്കാൻ വേണ്ടി കത്തിവെച്ച സമയത്ത് നിശബ്ദരായവരാണ് ഇന്ന് ബലിയാടാക്കപ്പെടേണ്ടി വരുന്നത്. നോക്കൂ, ഈ അയ്യങ്കാളിയുടെ സമരത്തെ പറ്റി നമുക്കറിയാലോ. പുല്ല് മുളയ്ക്കുമെന്ന് പാടത്തെന്ന് പറഞ്ഞപ്പോ ഏതേലും 2 3 കർഷകൻ ജന്മി പറയുന്നത് കേട്ട് അവിടെ പണിയെടുക്കാൻ പോയിരുന്നെങ്കിൽ ആ സമരം പൊളിഞ്ഞു പോകുമായിരുന്നു. അപ്പോ ആത്യന്തികമായി ഇനിയെങ്കിലും ഈ IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ ഞങ്ങളെല്ലാം അരാഷ്ട്രീയവാദികളാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയത്തോടൊന്നും താല്പര്യമില്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നതിന് പകരം കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറത്ത് നമ്മളുടെ അവകാശങ്ങൾ, ആത്യന്തികമായി യുവജനങ്ങളുടെ അവകാശങ്ങൾ, തൊഴിലാളിയുടെ അവകാശങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി സംഘടിക്കണം. ഇവർക്ക് കൊടുക്കുന്ന ഒരു വർക്ക് കോൺട്രാക്ട് ഉണ്ട് ശ്രീ അഭിലാഷ്. ആ വർക്ക് കോൺട്രാക്റ്റിൽ ഇവരെന്താ അറിയോ? ലേബർ ഓർഗനൈസേഷനുകളുമായി ബന്ധപ്പെട്ടോ ലേബർ ട്രേഡ് യൂണിയനുകളുമായി ബന്ധപ്പെട്ടോ പ്രവർത്തിക്കരുത്, പ്രവർത്തിച്ചാൽ അവർക്ക് പിരിച്ചുവിടാം, അത് ക്ലോസാ. അത് വായിച്ചു നോക്കാതെ ഈ പാവപ്പെട്ടവർ ഒപ്പിട്ട് കൊടുക്കും. അതെന്തുകൊണ്ടാണ് വർക്കാവുന്നതെന്നറിയോ? ഇത് വായിച്ചു നോക്കിയാൽ ഇത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കാൻ ആളുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അതിൽ സംഘടിതമായി, നേരത്തെ സനോജ് പറഞ്ഞതിനെ ഞാൻ ഓൺ ചെയ്യുകയാണ്, അഭിനന്ദിക്കുകയാണ്, ശ്ലാഘിക്കുകയാണ്. സംഘടിതമായി സനോജ് എന്നോ വസീഫ് എന്നോ വസന്ത് എന്നോ ജിൻഡോ എന്നോ ഒന്നും നോക്കാതെ വളരെ കൃത്യമായി നമുക്കിത് നമ്മളുടെ യുവാക്കളുടെ പ്രശ്നമാണ്, നമ്മുടെ സഹോദരങ്ങളുടെ പ്രശ്നമാണ്. ഒന്നിച്ചു നിൽക്കണം, ഒന്നിച്ച് പരിഹാരം കാണണം. അതിന് ഗവൺമെന്റിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, അത് നിയമപരമായി ആണെങ്കിൽ അങ്ങനെ, രാഷ്ട്രീയപരമായി ആണെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ്. ശരി, അതിൽ ഫൈസൽ, ഇപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ ട്രേഡ് യൂണിയനുകളോ സർവീസ് സംഘടനകളോ ഒന്നുമില്ല, കളക്റ്റീവായ വിലപേശൽ എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് നടക്കില്ല. ഇൻഡിവിജ്വൽസ് ആയിട്ടാണ് കമ്പനി കാണുന്നത്, അതുകൊണ്ട് അവരെ ഏത് നിലയ്ക്കും ട്രീറ്റ് ചെയ്യാവുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ മാറണം എന്ന നിലയിലുള്ള അഭിപ്രായം നിങ്ങൾക്കിടയിലുണ്ടോ? തീർച്ചയായും ഞങ്ങൾക്കിടയിൽ അത്തരം അഭിപ്രായങ്ങൾ തന്നെയാണുള്ളത്. ഇപ്പം എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഞാനിപ്പോൾ പോയി കോഴിക്കോടുള്ള മാതൃകയുടെ ഓഫീസിൽ ഈ സൂപ്പർ പ്രൈം ടൈമിൽ ഈ ചർച്ചയ്ക്ക് ഇങ്ങനെ വന്നിരിക്കുമെന്ന് പോലും ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്നലെ വരെ. അതുമാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൽ 85% പേര് വരുന്നത് വനിതാ ജീവനക്കാരാണ്. അതായത് 700ഓളം ജീവനക്കാരും വനിതകളാണ്. എനിക്ക് പോലും, ഞാൻ പഠിച്ചത് തൃശ്ശൂർ ശ്രീ കേരള കോളേജിലാണ്. ഞാൻ പോലും അവിടെ കോളേജിൽ പോലും ഒരു മുദ്രാവാക്യം വിളിച്ച ഒരു പരിചയം പോലും എനിക്കില്ല. എന്നിട്ടും ഞങ്ങൾ ജോലി പോയ സാഹചര്യത്തിൽ എന്താണെന്ന് ചെയ്യാമെന്ന് അറിയാതെ ഷോക്കായിട്ടിരിക്കുകയാണ്. ആർക്കും ഒരു സംഘടനമായി ഇതുവരെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അതിനുള്ള ഒരു ഐഡിയ പോലും ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്നത് ഇപ്പോൾ സർക്കാരിലും അതുപോലെ നമ്മുടെ തൊഴിൽ മന്ത്രിയിലും പിന്നെ നിങ്ങളുടെ ഇപ്പോൾ പ്രതിപക്ഷം ആയിക്കോട്ടെ, ഇപ്പോൾ മുഹമ്മദ് റിയാസ് ഞങ്ങളുടെ ഇന്ന് കോഴിക്കോടുള്ള ഓഫീസിലെത്തി, നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഞാൻ തന്നെ പല കാര്യങ്ങളും അറിയുന്നത് ഇപ്പോൾ ഈ ചർച്ചയിൽ നമ്മുടെ തമ്പാൻ തോമസ് പല കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞാൻ പലതും അറിയുന്നത്.
ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു സംഘടിതമായി ഞങ്ങളൊരു സമരമുഖത്ത് പോലെയല്ല ഞങ്ങളിപ്പോൾ നിസ്സാരമായി നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞങ്ങളുടെ അത്യധികമായ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ ജോലി തിരികെ കിട്ടുക, അല്ലെങ്കിൽ ഈ കമ്പനിയെ കേരളത്തിൽ പിടിച്ചു നിർത്തുക എന്നത് മാത്രമാണ്. അത് ഈ സർക്കാർ ഇടപെട്ടിട്ട് ആണ് അതിലിനിയൊരു ഉന്നത തല ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അങ്ങനെ ഒരു സംഭവിക്കുകയുള്ളൂ. അത് ഞങ്ങൾ കുറച്ച് പേര് അവിടെ മുന്നിൽ ഇതുപോലെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വളരെ സർക്കാർ ലെവലിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ലെവലിൽ ഇതിൻ്റെ കമ്പനിയുടെ ഉന്നതരുമായി ഒരു ചർച്ച നടത്തിയാൽ മാത്രമേ വല്ല കാര്യവും ഉണ്ടാവുകയുള്ളൂ. ശരി, ഞാനൊരു ചെറിയ ഇടവേള കൂടി എടുത്തതിന് ശേഷം മടങ്ങിയെത്താം. ചർച്ചയിലേക്കുണ്ട്. ശ്രീ തമ്പാൻ തോമസ്, ഇവിടെ ഈ കമ്പനി നഷ്ടം വന്ന് പൂട്ടിപ്പോവുക അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയാതെ അവസ്ഥ നേരിടുക, ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ പല തൊഴിൽ തർക്കങ്ങളിലും ഞങ്ങളെ കൊണ്ട് ഇത് മുന്നിൽ ഇനി നടത്താൻ പറ്റില്ല എന്ന അവസ്ഥയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണല്ലോ കമ്പനി ഉടമകൾ അത് വൈൻഡപ്പ് ചെയ്യുക. പക്ഷേ ഇവിടെ ഈ കമ്പനിയെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല എന്നിരിക്കെ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു സമവായ ശ്രമം ഈ ഉദ്യോഗാർത്ഥികളുടെ ഈ ഉദ്യോഗസ്ഥരുടെ ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആരുടെയും ജോലി പോവാതെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കില്ലേ? ഞാൻ പറയുന്നത് ഒരു ചർച്ചയിലൂടെയുള്ള ഒരു സമവായത്തെക്കുറിച്ചാണ്. ലീഗലി എത്രമാത്രം സാധിക്കുമെന്നുള്ളതിനപ്പുറത്ത്. വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് അപഗ്രന്ഥിക്കുമ്പോൾ കാണുന്ന മറുപടിയും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിന് പരിഹാരം കാണണമെങ്കിൽ മറ്റൊരു പോംവഴി നാം ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ സാധാരണ പരമ്പരാഗതമായ സമീപന രീതികളിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുകയില്ല. കാരണം ലേബർ കോഡ് നിലവിൽ വന്നു. ലേബർ കോഡ് ഇതിനുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഗവൺമെൻറ്റിന് കൊടുക്കുന്നുണ്ട്, ഈ മുതലാളിക്ക് കൊടുക്കുന്നുണ്ട്. ലേബർ കോഡിലുള്ള ഒരു വകുപ്പ് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്, അത് നിയമവിരുദ്ധമാണ്. അത് 300 എന്നുള്ള പരിധി മാത്രമാണ്. പക്ഷേ തൊഴിലുടമ ഒരു ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അവർ അതിന് തയ്യാറാവണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ജീവനക്കാരുടെ നേരെ പ്രിജുഡിഷ്യലാണ്. ഈ സ്ഥാപനം പൂട്ടണം, കേരളത്തിൽ ഇത് നടത്തിക്കൊണ്ടു പോകാൻ തങ്ങളെ കൊണ്ട് കഴിയുകയില്ല, അവർ അവരുടെ അവകാശങ്ങൾ ചോദിച്ചു എന്നോ മറ്റോ ഉള്ള ഒരു ധാരണ. അത് എന്താണെന്ന് നമുക്കറിയില്ല, ഞാൻ മനസ്സുകൊണ്ട് ഊഹിക്കുകയാണ്. അത്തരമൊരു സബ്ജക്റ്റീവ് ഡിസിഷൻ്റെ പുറത്ത് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊടുത്ത ഒരു ക്ലിയറൻസ് അനുസരിച്ച് ഈ ആളുകളെ ഒഴിവാക്കിയിരിക്കുകയാണ്. ലേബർ കോഡ് അനുസരിച്ച് അത് ചെയ്യാൻ കഴിയും. ലേബർ കോഡ് ഇന്നൊരു ഫേറ്റ് അക്കംപ്ലിയാണ്, നടപ്പാക്കി കഴിഞ്ഞതാണ്. പാർലമെൻറ്റ് പാസ്സാക്കി, ഗവൺമെൻറ് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി. കേരള ഗവൺമെൻറ് നിയമം കൊണ്ടുവന്നോ റൂൾസ് ചട്ടങ്ങൾ കൊണ്ടുവന്നോ ഇല്ലേ എന്നുള്ളതൊന്നും ഒരു പ്രശ്നമല്ല. അത് നവംബർ 15 മുതൽ ഡൽഹി ഹൈക്കോടതിയിലെ കേസ് തീർന്നതോടുകൂടി പ്രാബല്യത്തിൽ വന്നു. ദേശീയ തൊഴിൽ നയം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അതിനനുസരിച്ചുള്ള നടപടികൾ തുടങ്ങി. അതിൻ്റെ ഒരു പ്രയോജനം മാനേജ്മെൻറ്റുകൾക്ക് ഏകപക്ഷീയമായി ഇത്തരം കാര്യങ്ങൾ കരാറുകൾ ഒപ്പിട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിയും. അത് എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഓവർകം ചെയ്യുന്നതിന് ഒരു അന്തർദേശീയ പ്രഷർ ആവശ്യമാണ്. ആ അന്തർദേശീയ പ്രഷർ കൊടുക്കുന്നതിനാണ് ഞാൻ പറഞ്ഞത് ITUC പോലെയുള്ള അന്തർദേശീയ തൊഴിൽ സംഘടന. അതാണ് ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ തൊഴിൽ സംഘടന. തൊഴിലാളികളുടെ യൂണിയൻ 99% ആളുകൾ അതിനകത്ത് അംഗങ്ങളാണ്. അവരെ സമീപിക്കുക. ILO എന്ന് പറയുന്നത് ഒരു അന്തർദേശീയ സംഘടനയാണ്. അന്തർദേശീയ തൊഴിൽ കോടതിയുണ്ട്. നമ്മുടെ ഒരു പക്ഷേ അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉയരും എന്ന് കണ്ടാൽ, കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുന്നു എന്ന് കണ്ടാൽ, ഈ മാനേജ്മെൻറ്റിനെ അന്തർദേശീയ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തെളിഞ്ഞാൽ അത്തരം ഒരു ഭീഷണിയുടെ മുൻപിൽ, അത്തരം ഒരു നിലനിൽപ്പിൻ്റെ പിന്നിൽ അവർ വന്നു എന്ന് വരാം. ഇതിൻ്റെ സാഹചര്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇതില്ലെങ്കിലും ഈ മാനേജ്മെൻറ്റിന് ഒന്നുമില്ല. കാരണം മറ്റെല്ലായിടത്തും സുഗമമായി നടക്കുന്നു. അത് നടത്താൻ ഇന്നത്തെ ലേബർ കോഡ് അനുവദിക്കുന്നു. ആ ലേബർ കോഡ് ഫേറ്റ് കമ്പനിയായി നടപ്പായി. അത് ഇനി നടപ്പാക്കാതെ ഇരിക്കണമെങ്കിൽ പാർലമെൻറ്റ് മറ്റൊരു ലേബർ കോഡ് കൊണ്ടുവരണം. പാർലമെൻറ്റ് അങ്ങനെ ഒരു ലേബർ കോഡ് കൊണ്ടുവരണമെന്ന് വരികയിൽ ഇന്നത്തെ ഭരണകൂടം മാറി മറ്റൊരു ഭരണകൂടം വന്ന് ആ നിയമം കൊണ്ടുവരണം. അല്ലെങ്കിൽ ഇവർ തന്നെ തീരുമാനിക്കണം. ഇത്തരം ഒരു പ്രതിസന്ധിയിൽ ഈ പാവപ്പെട്ട ആളുകളെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം? അത് സംരക്ഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുക. മന്ത്രി വളരെ ഏണസ്റ്റായി കോൺഫറൻസ് വിളിച്ചിട്ടുണ്ട്. ആ കോൺഫറൻസിൽ ഇവരെ പോലെയുള്ള ഒരു ഉദ്യോഗസ്ഥൻ വരും. അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് പറയും. അതെത്രമാത്രം പറയും?
അനുഭവം എൻ്റെ അനുഭവം അത്തരം കോൺഫറൻസുകളിൽ വരുന്ന ആളുകൾ ഏതെങ്കിലും അധികാരത്തോടുകൂടി വരികയോ ആ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കയറിക്കൊള്ളൂ പണിയെടുക്കൂ എന്ന് പറയാൻ അധികാരമുള്ളവളോ ആയിരിക്കില്ല. അത് അവിടെ നിന്ന് കിട്ടണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണം? അതിന് പ്രഷറൈസ് ചെയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അത് ആ പ്രഷറൈസ് ചെയ്യുന്നത് എങ്ങനെ സാധിക്കും? ലേബർ കോഡ് പ്രാബല്യത്തിലായി നമ്മൾ നിരന്തരമായി സമരം നടത്തുന്നുണ്ട്, നമ്മൾ അതിനെതിരാണ്, ചർച്ചകൾ നടത്തുന്നു, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, പണിമുടക്കുന്നു, ഒക്കെയുണ്ട്. പക്ഷെ അത് പ്രാവർത്തികമായി. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ തൊഴിലാളികൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. രക്ഷപ്പെടുന്നതിന് ഞാനീ പറഞ്ഞ ഒരു മാർഗം, ആ മാർഗമാണ് അടിയന്തരമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. മറ്റൊരു മാർഗം നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നു ഇവരെ പോലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ. ശരി, അതുകൊണ്ട് എന്ത് കാര്യം? അതുപോലെ ITUC പോലെ ഇന്റർനാഷണൽ രംഗത്ത് ഈ വിഷയം എത്തിക്കുക, അങ്ങനെ ഒരു ഇന്റർനാഷണൽ പ്രഷർ മാത്രമേ ഈ കാര്യം പരിഹരിക്കാൻ കഴിയുമെന്നാണ് അങ്ങയുടെ അഭിപ്രായം. വളരെ നന്ദി, 4 പേർക്കും വളരെ നന്ദി. ഒപ്പം മന്ത്രിക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.